ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ചൈൽഡ് ഡെവലപ്മെന്റ് തിയറീസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് വിഗോസ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറി നമ്മൾ പഠിച്ചു. പിയാഷയുടെ തിയറി പഠിച്ചല്ലേ. പ്രധാനമായിട്ടും 4 തരത്തിൽ അല്ലെങ്കിൽ 4 സ്റ്റേജസ് ആയിട്ട് കുട്ടികളുടെ ഡെവലപ്മെന്റ് പിയാഷെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചാണ്. ഇവിടെ നമ്മുടെ വിഗോസ്കി പറയുന്നത് പ്രധാനമായിട്ടും കുട്ടിയുടെ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് പ്രധാനമായിട്ടും ബേസ്ഡ് ഓൺ സോഷ്യോ കൾച്ചറൽ ആക്ടിവിറ്റി, അല്ലെ കുട്ടികളുണ്ടാകുന്ന കൾച്ചറിന്റെ സ്വാധീനം അല്ലെങ്കിൽ പുറമേ നിന്നുണ്ടാകുന്ന ആൾക്കാരുടെ സ്വാധീനം മൂലമാണ് ഡെവലപ്മെന്റ് സാധ്യമാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് പ്രീസീഡഡ് ബൈ ലേണിംഗ് എന്നും പറഞ്ഞിരിക്കുന്നു വിഗോസ്കി. അതായത് ആദ്യം കുട്ടി ലേൺ ചെയ്യുന്നു, അല്ലെ അതിന്റെ ചുറ്റുപാടിനെ കുറിച്ച് ലേൺ ചെയ്യുന്നു, അതിലൂടെ അത് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യുന്നു എന്ന് പറയുന്നു വിഗോസ്കി. നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തിയറിയാണ് വിഗോസ്കിയുടെ തിയറി. ഇതിന്റെ മുകളിൽ ഒരുപാട് ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ആധുനിക പഠന സംവിധാനങ്ങളിലെ പല തിയറികളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ അവസാനം ആൻസർ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ എല്ലാ പേരും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ പറയുന്നത് സംശയങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെയും വായിക്കുക, അല്ലെങ്കിൽ പിന്നെയും ക്ലാസ് കേൾക്കുക, അല്ലെങ്കിൽ ഒരുപക്ഷെ ക്ലാസ് കേൾക്കുന്നതിനൊക്കെ ഉപരി നിങ്ങൾ വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ ഒരുപക്ഷെ ഞാൻ പറയാത്തൊരു വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് തിയറിയെ കാണാൻ പറ്റും. അപ്പോൾ ഈ തിയറി ഞാൻ പറയുമ്പോൾ മിക്കവാറും എൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്നായിരിക്കും ഞാൻ പറയുന്നത്. ഈ ഒരു സെയിം തിയറി തന്നെ മറ്റു പലരും പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനമെല്ലാം ഒന്നായിരിക്കും, പക്ഷേ ചെറിയ എക്സാമ്പിൾസ് വ്യൂ പോയിന്റ്സ് എല്ലാം ഡിഫറൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, എന്ത് തന്നെ ആയാലും വിഗോസ്കിയുടെ സോഷ്യൽ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പാകത്തിനുള്ള നോളജോട് കൂടി മാത്രമേ ഈ ക്ലാസ് അവസാനിക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഫോണ് DND മോഡിലിടുക. അതുപോലെ 1 മണിക്കൂർ നിങ്ങൾക്ക് ചിലവാക്കാൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ മാത്രം ഇതിന്റെ പിന്നിലിരിക്കുക. ആ ഒരു ടൈമിൽ വേറൊരു കാര്യത്തിന്റെ പിന്നാലെ പോകരുത്. അത്രയും വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പോലെയല്ല, നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ അതിനിടയിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ, നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വിഗോസ്കി പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ ഒരു കോട്ട് നേരത്തെ പ്ലേ പഠിച്ചപ്പോഴത്തേക്കും അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഇൻ കോപ്പറേഷൻ ടുഡേ, ടുമോറോ ഷീ ഓർ ഹി വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ് അലോൺ. അപ്പോൾ ചൈൽഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഏറ്റവും വളരെ വിഖ്യാതമായിട്ടുള്ള വിഗോസ്കിയുടെ ഒരു കോട്ടാണ്. എന്താണ്? മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇന്ന് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ നാളെ അവൻ സ്വയമേവ ചെയ്യാൻ പ്രാപ്തനായിട്ട് വരും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വവിഖ്യാതമായിട്ടുള്ള ആ ഒരു കോട്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് ആരാണ് പറഞ്ഞതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ആരാണ്? ലേവ് വിഗോസ്കി അല്ലേ? ലേവ് വിഗോസ്കിയാണ് ഈ ഒരു കോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. 934 ജനനം അല്ലെ? അദ്ദേഹം 978 44 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായുള്ളൂ. അതിനു മുന്നേ അദ്ദേഹം ഒരുപാട് സംഭാവനകൾ നമ്മുടെ ഈ മേഖലയിൽ നൽകി അല്ലേ? ലേവ് വിഗോസ്കി സോവിയറ്റ് സൈക്കോളജിസ്റ്റ് അല്ലെ? സോവിയറ്റ് യൂണിയൻ അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന് പറയുമ്പോഴത്തേക്കും ഹാസ് പ്രൊപ്പൗണ്ട് ദ സോഷ്യോ കൾച്ചറൽ തിയറി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, സോഷ്യോ കൾച്ചറൽ തിയറി മുന്നോട്ട് വെച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? സോഷ്യോ കൾച്ചറൽ തിയറി ലേവ് വിഗോസ്കിയാണ്. ആരാണ്? ലേവ് വിഗോസ്കിയാണ്. സോഷ്യോ കൾച്ചറൽ തിയറി എന്തൊക്കെയാ? സോഷ്യൽ ഇന്ററാക്ഷൻസ് അല്ലേ? കുട്ടിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ സ്വാധീനിക്കുന്നു. അതുപോലെ കൾച്ചറൽ ഇമ്പാക്റ്റുകൾ, കൾച്ചർ, അതിനകത്ത് ലാംഗ്വേജും വരും. ഇതെല്ലാമാണ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നത്, സ്വാധീനിക്കുന്ന കാര്യം പറഞ്ഞു ആ ഒരു തിയറി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര്? ലേവ് വിഗോസ്കി. ഇത് മറന്നു പോകരുത്, ഈ പേര് മറന്നു പോകരുത്. ഓരോ ആൾക്കാരുടെയും തിയറിയും അതിന്റെ അടിസ്ഥാനമായിട്ട് 2 വാചകങ്ങളിലെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഓർമ്മയുണ്ടാവണം. അതുപോലെ അതിന്റെ പേരും അതാര് കൊണ്ടുവന്നു ഇത്ര നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കാരണം പലപ്പോഴും ICDS പരീക്ഷയിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ലെവലാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ മാത്രമേ ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. വാട്ടെവർ നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്ത് പഠിക്കണം? നമുക്ക് ഡിഗ്രിക്ക് പഠിക്കാനുള്ള മേഖല ആസ്പദമാക്കി തന്നെ പഠിച്ചു പോകണം അല്ലേ? നോക്കാം. ഹി ഹാഡ് ബീൻ വർക്ക് ഇൻ ദ ഫീൽഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെ? എഡ്യൂക്കേഷന്റെയും കോഗ്നിറ്റീവ് സൈക്കോളജിയുടെയും ഫീൽഡിലാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ബിലീവ്സ് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവുകയാണ്. ഹി ബിലീവ് ദാറ്റ് ലേണിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പ്രോസസ് ആൻഡ് ഈസ് നെസസറി ഫോർ ഡെവലപ്മെന്റ്. ഇവിടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ലേണിങ്ങും ഡെവലപ്മെന്റും എന്താണെന്നുള്ള കാര്യം തിരിഞ്ഞു പോകരുത്. അപ്പൊ എന്താ ഡെവലപ്മെന്റ്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ആൻഡ് സിസ്റ്റമാറ്റിക്.
അതായത് ഒരു കുട്ടി ഡെവലപ്മെന്റ് ചെയ്യുന്നു അല്ലെ, അതായത് അതിന്റെ ത്രൂ ഔട്ട് ദ ലൈഫ് ഈ കുട്ടി ജനിക്കുന്നത് മുതൽ മരണം വരെ ഈ ഡെവലപ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുക അല്ലെ. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ചേഞ്ചസ്. ഡെവലപ്മെന്റ് ഒരിക്കലും ബാക്കിലോട്ട് റിസസീവ് ആയിട്ട് വരത്തില്ല. പ്രോഗ്രസീവ് അല്ലെ, ശ്രദ്ധിക്കുക, പ്രോഗ്രസീവ് ആൻഡ് സിസ്റ്റമാറ്റിക് സീരീസ് ഓഫ് ചേഞ്ചസ്. ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. സിസ്റ്റമാറ്റിക് സീരീസ് ഓഫ് ചേഞ്ചസ്, മാറ്റങ്ങളുടെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മുൻപോട്ടുള്ള ഒരു ചേഞ്ച്. അത് എങ്ങനെയാ? സിസ്റ്റമാറ്റിക് ആയിട്ട് മാത്രമേ നടക്കത്തുള്ളൂ അല്ലെ. ഒരു കുട്ടി ആദ്യം എന്ത് ചെയ്യണം? കമിരാൻ പഠിച്ചിട്ട് മാത്രമേ അവനെ 4 കാലിൽ നടക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് മസ്റ്റ് ബി സിസ്റ്റമാറ്റിക്. നേരെ അവൻ 2 കാലിൽ എഴുതി നിൽക്കുകയല്ല ചെയ്യുന്നത്. മാത്രമല്ല ആദ്യം കമന്നു അല്ലെ, എന്നിട്ട് 4 കാലിൽ നിന്നു, എന്നിട്ട് 2 കാലിൽ നിൽക്കുക. ഇതാണ് പ്രോഗ്രസീവ് ഇൻ നേച്ചർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ദാറ്റ് ഈസ് പ്രോഗ്രസീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. അത് എന്ന് മുതൽ എന്ന് വരെ? ജനനം മുതൽ മരണം വരെ കണ്ടിന്യൂ ചെയ്യുന്ന സാധനത്തെ നമ്മൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ എന്താ ലേണിംഗ് എന്ന് പറഞ്ഞാൽ? എ പ്രോസസ് ഇൻ വിച്ച് എ പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ടോ? ചേഞ്ചിങ് ഹിസ് ബിഹേവിയർ അല്ലെ, അല്ലെങ്കിൽ ആൾട്ടേഴ്സ് ഹിസ് റെസ്പോൺസസ് ഓർ ബിഹേവിയർ എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? അദ്ദേഹത്തിന്റെ റെസ്പോൺസുകളിലോ ബിഹേവിയറിലോ ആൾട്ടറേഷൻ കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടിയിട്ട്? മാറുന്ന ചുറ്റുപാടുകളുമായിട്ട് അദ്ദേഹത്തിന് ഇണങ്ങിച്ചേരാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ലേണിംഗ് എന്ന് വിളിക്കുക അല്ലെ. ലേണിംഗ്, ഒറ്റ ഉദാഹരണം പറഞ്ഞുതരാം. ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ബിഹേവിയറിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ റെസ്പോൺസുകളിൽ വ്യത്യാസം കൊണ്ടുവരുന്നു. തീയിൽ തൊടുന്ന കാര്യം തന്നെ നമുക്ക് ഓർത്തു വയ്ക്കാം അല്ലെ. ഒരുത്തൻ തീയിൽ തൊടുന്നത് കണ്ടു, അവന്റെ കൈ പൊള്ളിയതും കണ്ടപ്പോഴത്തേക്കും അത് ലേണിംഗ് ആണ് അല്ലെ. ഇറ്റ്സ് എ ലേണിംഗ് പ്രോസസ്. ആ ഒരു ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരത്തിൽ പിന്നെ അവന്റെ ബിഹേവിയറിൽ മാറ്റം വന്നില്ലേ? അവൻ തീ കാണുമ്പോൾ അകന്ന് നിൽക്കത്തില്ലേ? അവൻ സൂക്ഷിക്കത്തില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതാണ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ അത് മനസ്സിലാക്കുക, എന്തൊക്കെയാണ് ലേണിംഗും ഡെവലപ്മെന്റും ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ വിഗോസ്കി പറയുന്നു എന്താണ് ലേണിംഗ് ഈസ് നെസസറി ഫോർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നു വിഗോസ്കി അല്ലേ. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇനി നോക്കാം. ഹി ഫോക്കസ്ഡ് ഓൺ സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് ആൻഡ് എംഫസൈസ് ദ റോൾ ഓഫ് സൊസൈറ്റി ആൻഡ് കൾച്ചർ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് എ ചൈൽഡ്. ഒരു ചൈൽഡിന്റെ ഡെവലപ്മെന്റിൽ ആർക്കൊക്കെ സൊസൈറ്റിയുടെ റോള്, അതുപോലെ കൾച്ചറിന്റെ റോള് അല്ലെ, ഈ 2 കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. അതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തിയറിക്ക് സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് വിളിക്കുന്നത് കേട്ടോ. സോഷ്യോ കൾച്ചറൽ തിയറി എന്ന് വിളിക്കുന്നത്. അതുപോലെ ഹി ബിലീവ് ദാറ്റ് സോഷ്യൽ ലേണിംഗ് പ്രീസീഡഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സോഷ്യൽ ലേണിംഗ് ഉണ്ടാകണം. സോഷ്യൽ ലേണിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരത്തുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ ഈ പ്രീസീഡ് അങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ ചോദ്യം വരാം കേട്ടോ, ശ്രദ്ധിക്കുക. ഹി ആൾസോ ബിലീവ് ദാറ്റ് സോഷ്യൽ ലേണിംഗ് ഈസ് പ്രീസീഡഡ് ബൈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താഗതി, ഒരു വിശ്വാസം ഇങ്ങനെയായിരുന്നു. സോഷ്യൽ ലേണിംഗ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് മുൻപേ നടക്കുന്ന കാര്യമാണെന്നും, അല്ലെങ്കിൽ ലേണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ബൗദ്ധിക വികാസം ഉണ്ടാകുള്ളൂ എന്നും ആര് വിശ്വസിച്ചിരുന്നു? വിഗോസ്കി വിശ്വസിച്ചിരുന്നു. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ചോദ്യങ്ങൾ ഇങ്ങനെ വരും. എന്താണ്? സോഷ്യൽ ലേണിംഗ് പ്രീസീഡഡ് ബൈ ഡാഷ്, അല്ലെങ്കിൽ ഡാഷ് പ്രീസീഡഡ് ബൈ ഡാഷ്. ഇങ്ങനെ 2 സാധനങ്ങൾ ഇട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരിക്കലും ഡെവലപ്മെന്റിന് ശേഷമാണ് ലേണിംഗ് നടക്കുക എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ചുറ്റുപാടുള്ള കാര്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് സോഷ്യോ കൾച്ചറൽ ആസ്പെക്ട്സ് നിന്ന് അദ്ദേഹത്തിന് ആ കുട്ടി കിട്ടുന്ന ലേണിംഗിന് ശേഷമാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചു ആര്? വിഗോസ്കി എന്ന് നോക്കാം. അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കി, ലേണിംഗ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് എനി ടൈം എവരിഡേ ലൈഫ് അല്ലെ, ഓരോ ദിവസത്തിലുള്ള ലൈഫിൽ എപ്പോഴും നടക്കുന്ന കാര്യമാണെന്നും അല്ലെ, ഇതുപോലെ എന്താണ് ഒരു ജസ്റ്റ് എക്സ്റ്റേണൽ ഫിലോമിന അല്ല എന്നും ആര് വിശ്വസിച്ചിരുന്നു? ആര് പറഞ്ഞിരുന്നു? വിഗോസ്കി പറഞ്ഞു. വിഗോസ്കിയുടെ തിയറിയിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പൊ എന്താണ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ഇറ്റ്സ് എ പ്രോസസ്, എപ്പോഴും അല്ലെ 24/7 നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അതുപോലെ ഇറ്റ്സ് നോട്ട് ആൻ എക്സ്റ്റേണൽ ഫിനോമിനൽ, എക്സ്റ്റേണൽ ഫിനോമിനൽ മാത്രമല്ല ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും, പുറമേ ഉള്ളൊരു കാര്യമല്ല, ഉപരിപ്ലവമായിട്ടുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കാരണം എന്താ? കുട്ടിയുടെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ബിഹേവിയർ ആണ് മാറുന്നത് അല്ലേ ലേണിങ്ങിലൂടെ അല്ലേ. ബിഹേവിയർ ആണ് ആൾട്ടർ ചെയ്യപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? അതുപോലെ വിഗോസ്കിസ് തിയറി എൻകറേജസ് കൊളാബറേറ്റീവ് ആൻഡ് കോഓപ്പറേറ്റീവ് ലേണിംഗ് ബിറ്റ്വീൻ ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് അല്ലെ. കുട്ടികളും ടീച്ചേഴ്സും തമ്മിൽ ഇടയ്ക്കുള്ള കോഓപ്പറേറ്റീവ് ലേണിംഗ് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എല്ലാം എൻകറേജ് ചെയ്യുന്നു നമ്മുടെ വിഗോസ്കിയുടെ തിയറി. അപ്പോൾ അതുപോലെ ഇതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. കൊളാബറേറ്റീവ് ലേണിംഗും കോഓപ്പറേറ്റീവ് ലേണിംഗ് ഒക്കെ പറഞ്ഞുതരാം. ബേസിക്കലി നമ്മുടെ വിഷയം തിയറീസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ കുടിയൻ ചൈൽഡ് ഡെവലപ്മെന്റായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏരിയ എല്ലാം മനസ്സിലാക്കി പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അതുപോലെ സ്കഫോൾഡിംഗ് ആൻഡ് റെസിപ്രോക്കൽ ടീച്ചിങ്. സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ സ്കഫോൾഡ് വർക്ക്? സ്കഫോൾഡ് വർക്ക് എന്ന് ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ടാവും അല്ലെ. സ്കഫോൾഡ് വർക്ക് ചെയ്ത് കൊടുക്കപ്പെടുന്നു, അല്ലെങ്കിൽ
സ്കഫോൾഡ് വർക്കിന് സഹായിക്കുന്നു. എന്താ? നമ്മൾ ചാരം കെട്ടുക എന്ന് പറയും അല്ലേ? നമ്മുടെയൊക്കെ നാട്ടിൽ ചാരം കെട്ടുക എന്നാണ് പറയുന്നത്. പണ്ടല്ല, ഇപ്പോഴും അങ്ങനെ, ഇപ്പോഴും എല്ലാ പ്രാവശ്യമാണ്. കാരണം വീട് കെട്ടുന്നതിന് മുന്നോടിയായിട്ട് ഈ പണിക്കാർക്ക് അവിടെ കയറിയിരുന്ന് പണിയാൻ വേണ്ടിയുള്ള ഒരു എക്സ്ട്രാ സപ്പോർട്ട് കൊടുക്കുന്ന സാധനമാണ് സ്കാഫോൾഡ് എന്ന് പറയുന്നത്. അപ്പം പണ്ടാണെന്നുണ്ടെങ്കിൽ മുള വയ്ക്കും, മുളയുടെ മുകളിൽ എന്ത് വയ്ക്കും, അതിൻ്റെ മുകളിൽ പലകയൊക്കെ വെച്ച് അതിൻ്റെ മണ്ടയിലാണ് അവർ ഈ ചാന്ത കൊണ്ടുവച്ചിരുന്ന് വർക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ സ്കഫോൾഡ്സ് ഒക്കെ ഉണ്ട്. കാരണം വലിയ മുള കണ്ടെന്ന് വെച്ച് കെട്ടി തീർക്കാൻ പറ്റിയല്ല, അമ്മാതിരി സാധനങ്ങളാണ്. പൈപ്പ് വെച്ചാണ് സ്കഫോൾഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ. സ്കഫോൾഡിങ് എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടിയെ ഇങ്ങനെ വാർത്തെടുക്കുന്നതിൽ സഹായം കൊടുക്കുക. വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ റെസിപ്രോക്കൽ ടീച്ചിങ് ഇതെല്ലാം എഫക്റ്റീവ് എഡ്യൂക്കേഷൻ സ്ട്രാറ്റജീസ് ആണെന്നും പറയുന്നു. എന്താ വിഗോസ്കിയുടെ ഐഡിയാസ് പറയുന്നു അല്ലേ? അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഒരു ടീച്ചറുടെ വേഷം കിട്ടിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 22ാമത്തെ വയസ്സിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ഞാൻ സയൻസ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അത് ഒരു വർഷമേ പോയുള്ളൂ. പക്ഷേ ആ ഒരു വർഷം പോയപ്പോഴത്തേക്കും എൻ്റെ അടിസ്ഥാനം വിഗോസ്കിയുടെ തിയറി ആയിരുന്നു. കാരണം ശരിക്കും എന്നാൽ തിയറി എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ അപ്രോച്ച് വാസ് ദ സെയിം. അതായത് ഇത്രയേ ഉള്ളൂ, നമുക്കൊരു കാര്യം കുട്ടികളോട് നമ്മൾ പറയാതെ അവരെ കൊണ്ട് പറയിക്കുകയും അവരെ കൊണ്ട് പറയിച്ചതിന് ശേഷം അതിനകത്ത് വരുന്ന ഗ്യാപ്പുകൾ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കലുമായിരുന്നു എൻ്റെ അന്നത്തെ ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ ആ ഒരു മെത്തേഡൊക്കെ ഇത് ബേസിക്കലി വിഗോസ്കിയുടെ ആ ഒരു തിയറി പ്രകാരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ആമുഖമാണ് കേട്ടോ. ആമുഖമാണ്. ഇതിനകത്ത് വരുന്ന ഓരോ പോയിന്റ്സിനെ കുറിച്ചും, അതായത് സ്കഫോൾഡിങ് എന്താണ്, അതായത് ഇനി അടുത്തത് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ തിയറി മനസ്സിലാക്കുന്നതിൽ നിന്ന് ഓരോ ടേംസ് ഉണ്ടായിരിക്കും. ആ ടേംസ് വെച്ചാൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. എങ്ങനെ 8 ടേംസ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ 8 ടേംസ് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ തിയറിയെ കുറിച്ച് ഒരു സംശയം നമുക്ക് ഉണ്ടാവുകയില്ല. നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ? സ്കഫോൾഡിങ് പറയുന്നുണ്ട്, കോഓപ്പറേറ്റീവ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അതുപോലെ എന്ത് പറയുന്നുണ്ട്? കൊളാബറേറ്റീവ് ലേണിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ കൂടെ പോകണം. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം വിഗോസ്കിയുടെ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് വന്നിട്ടുള്ളതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറിയാണ് വിഗോസ്കിയുടെ തിയറി എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം സോഷ്യോ കൾച്ചറൽ ആസ്പെക്റ്റിലാണ് എംഫസൈസ് ചെയ്തത് അല്ലേ? അതുപോലെ സോഷ്യൽ ലേണിംഗ് പ്രീസീഡഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. ആര്? വിഗോസ്കി. സോഷ്യൽ ലേണിംഗ് പ്രീസീഡഡ് ബൈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ലേണിംഗ് ഇല്ലാതെ ഡെവലപ്മെന്റ് നടക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞ ആരാണ്? വിഗോസ്കിയാണ്. അതുപോലെ വിഗോസ്കി പറഞ്ഞു എന്താണ്, ഈ ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ററാക്ഷൻ വേണം കുട്ടിക്ക്. എവിടെ? സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷൻ വേണമെന്ന് ആര് പറഞ്ഞു? വിഗോസ്കി പറഞ്ഞു അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നേരെ അടുത്ത കാര്യങ്ങളിലേക്ക് പോകാം. തിയറിയുടെ ഒരു ബേസ് ആണ് മാത്രമേ പറയുന്നുള്ളൂ. സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ് തിയറി അല്ലേ? സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ഡെവലപ്മെന്റ്. ദിസ് തിയറി സ്റ്റേറ്റഡ് ദാറ്റ് സ്റ്റുഡൻസ് ലേൺ ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ദിയർ കൾച്ചർ. കുട്ടികളുടെ പഠനം എന്ന് പറയുന്ന പ്രക്രിയ ഏത് വഴിയാണ് നടക്കുന്നത്? ഏത് വഴിയാണ് പറ? ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് ദെയർ കൾച്ചർ വഴിയോ. അതിന്റെ കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല, ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ നമ്മൾ കൾച്ചറെ നോക്കി കാണണം. അപ്പോൾ കുട്ടിയുടെ സോഷ്യൽ ഇന്ററാക്ഷൻ വഴിയും കൾച്ചർ വഴിയുമാണ് കുട്ടിയുടെ ലേണിംഗ് നടക്കുക എന്ന് പറഞ്ഞു ആര്? വിഗോസ്കിയുടെ തിയറി. അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട 3 ഫാക്ടേഴ്സ്, സെൻട്രൽ ഫാക്ടേഴ്സ് ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അക്കോർഡിംഗ് ടു ആര്? വിഗോസ്കിയുടെ തിയറി പ്രകാരം സെൻട്രൽ ഫാക്ടേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1 കൾച്ചർ, 2 സോഷ്യൽ ഇന്ററാക്ഷൻ, 3 ലാംഗ്വേജ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തു കാട്ടിയത്. അപ്പോൾ കൾച്ചർ എന്ന് പറയുമ്പോൾ വിഗോസ്കി ബിലീവ്ഡ് ഇൻ ദ ക്രൂഷ്യൽ റോൾ ഓഫ് കൾച്ചർ അല്ലേ? കൾച്ചറിനുള്ള ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള റോള്, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൾച്ചർ വഹിക്കുന്ന റോളിന്റെ പ്രാധാന്യം എത്രത്തോളം ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ സോഷ്യൽ ഇന്ററാക്ഷൻ എന്തൊക്കെയാണ്? വിഗോസ്കി ഗേവ് മോർ വെയിറ്റ് ഓൺ ദ സോഷ്യൽ ഇന്ററാക്ഷൻസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഒന്നുമില്ല, എന്താണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അതുപോലെ വിഗോസ്കി എംഫസൈസ്ഡ് ദാറ്റ് എഫക്റ്റീവ് ലേണിംഗ് ഹാപ്പൻസ് ത്രൂ പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ആക്ടിവിറ്റീസ്. സോഷ്യൽ ആക്ടിവിറ്റീസിൽ കുട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് പ്രകാരമാണ് കുട്ടിക്ക് എഫക്റ്റീവ് ലേണിംഗ് സാധ്യമാവുക എന്നുള്ള കാര്യവും വിഗോസ്കി വിശ്വസിച്ചിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇവിടെ ചോദ്യം ഇത്രേ ഉള്ളൂ. താഴെ തന്നിരിക്കുന്നവയിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് സെൻട്രൽ ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു വിഗോസ്കി സെൻട്രൽ ഫാക്ടേഴ്സ് അല്ലാത്തത് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആയവ ഏതൊക്കെയെന്ന് ചോദിക്കാം. കൾച്ചറൽ, സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ലാംഗ്വേജ്, ഈ 3 എണ്ണമാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി ലാംഗ്വേജ് നോക്കാം. ലാംഗ്വേജ് ഓപ്പൺസ് ദ ഡോർ ഫോർ ലേണേഴ്സ് ടു അക്വയർ നോളജ് ദാറ്റ് അതേഴ്സ് ആൾറെഡി ഹാവ്. ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു? ലാംഗ്വേജ് എന്താ ചെയ്യുന്നത്? ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ററാക്ഷന് അവനെ സാധ്യമാക്കുന്നു അല്ലേ? അവനെ ഇന്ററാക്ഷന് പ്രാപ്തനാക്കുകയാണ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഓപ്പൺസ് ദ ഡോർ ഫോർ ലേണേഴ്സ് അല്ലേ?
ലാംഗ്വേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലാംഗ്വേജ് പഠിക്കാതെ ലേണർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം ഐദർ ത്രൂ വെർബൽ ഓർ അല്ലേ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിക്കണം. ലാംഗ്വേജ് എന്ത് ചെയ്യുന്നു? വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത് അല്ലേ, വാതിൽ തുറക്കുകയാണ് ചെയ്യുന്നത്. ടു അക്വയർ നോളജ് ദാറ്റ് അതേഴ്സ് ആൾറെഡി ഹാവ്. മറ്റൊരാൾക്ക് ഉള്ള നോളജ് നമുക്ക് അക്വയർ ചെയ്യാനുള്ള വാതിൽ തുറക്കുകയാണ് ലാംഗ്വേജ് ചെയ്യുന്നത്. ഒന്നുകിൽ അയാൾ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് ലാംഗ്വേജിലൂടെ പറഞ്ഞു തരാം. അത് ഇംഗ്ലീഷ് അറിയാന്നുള്ള സായിപ്പ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു, അയാൾ കുറേ കാര്യങ്ങൾ അറിയാം. നമുക്ക് അയാൾ എന്നത് കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പഠിക്കണം. അത് എഴുതി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാംഗ്വേജ് ഓപ്പൺസ് ദ ഡോർ ഫോർ ലേണേഴ്സ് ടു അക്വയർ നോളജ് ദാറ്റ് അതേഴ്സ് ആൾറെഡി ഹാവ് അല്ലേ. അതുപോലെ ലേണേഴ്സ് യൂസ് ലാംഗ്വേജ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സോൾവ് പ്രോബ്ലംസ്. ലേണേഴ്സ് എന്തിനാണ് ഈ ലാംഗ്വേജ്? എന്തിന്? അണ്ടർസ്റ്റാൻഡ്, ഒരു കാര്യം മനസ്സിലാക്കാനും അതുപോലെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ലാംഗ്വേജ്. അതുപോലെ ഇറ്റ് ഹെൽപ്സ് ലേണർ ടു റെഗുലേറ്റ് ആൻഡ് റിഫ്ലക്ട് ഓൺ ഹിസ് ഓൺ തിങ്കിങ് അല്ലേ. അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ആ ചിന്തയിൽ തന്നെ ഈ കാര്യം റിഫ്ലക്ട് ചെയ്യും അല്ലേ. ഓക്കെ അല്ലേ. ഇത് എത്ര മാത്രം മനസ്സിലാക്കിയത് നിങ്ങൾ ഒരുപാട് നിങ്ങൾ തല പുകഞ്ഞൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കൾച്ചർ, അടുത്ത സോഷ്യൽ ഇന്ററാക്ഷൻ, അടുത്തത് ലാംഗ്വേജ്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ വിഗോസ്കിയുടെ തിയറിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഫാക്ടേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ടേംസിലേക്ക് പോകാം. ഫസ്റ്റ്, ഈ തിയറിയുടെ ഇടയിലൂടെ ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മളൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലേ. ഇത്രയേ ഉള്ളൂ. കുട്ടികൾ കുട്ടികൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും കുട്ടികൾ കളിക്കിടയിൽ പ്രൈവറ്റ് സ്പീച്ച് ചെയ്യും. അതായത് വാഴയോട് സംസാരിക്കും അല്ലേ, നീ പഠിക്കൂലല്ലേ എന്ന് പറഞ്ഞിട്ട് വാഴ അടിക്കൂലേ. അപ്പോൾ അതുപോലെ ചിലർ സ്വയം സംസാരിക്കും. എങ്ങനെയാണ്? നമ്മൾ ചിന്തിക്കൂലേ, ചിന്തിക്കുന്ന കാര്യം ഇവർ സ്വയം സംസാരിക്കും. അതായത് ഇത് ഇപ്പോൾ ഈ പേന എടുത്ത് നമുക്ക് കളഞ്ഞു കളയാം. ഈ പേന ഇവിടെ വെച്ചിരുന്നാൽ ചേട്ടനെ കിട്ടൂലേ, ചേട്ടന് കൊടുക്കേണ്ട കളഞ്ഞളയാം. ഇവ ഇങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കും, നമുക്കറിയാം. ഇതിനെയാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുക അല്ലേ. എന്താണ്? ഈ ടേക്സ് പ്ലേസ് വെൻ ചിൽഡ്രൻ ടോക്ക് ടു ദംസെൽസ്. അവര് സ്വയമേവ സംസാരിക്കുന്നു. ചിൽഡ്രൻ സ്പോക്ക് ടു ദംസെൽസ് ആസ് എ വേ ഓഫ് ഗൈഡിങ് ദംസെൽസ് ത്രൂ ആക്ഷൻ അല്ലേ. അതായത് ഒരു ആക്ഷനിലൂടെ, ഇപ്പോൾ പേന കളയുന്ന കാര്യം ഞാൻ പറഞ്ഞു അല്ലേ, പേന കളയുന്നത് എന്നൊരു ആക്ഷനാണ്. അപ്പോൾ അതിനുവേണ്ടി അവനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംസാരം ആണ്. ശ്രദ്ധിക്കുക, ടോക്കിംഗ് ടു ദംസെൽസ് ഈസ് എ മേജർ മൂവ് ടുവാർഡ് ഇൻഡിപെൻഡൻസ് അല്ലേ, സ്വാതന്ത്ര്യത്തിലേക്ക്. അതായത് അവനൊരു കാര്യം ആലോചിച്ച് ചിന്തിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ്, സൈക്കോളജിക്കൽ ഇൻഡിപെൻഡൻസിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്നു. അതുപോലെ ആൻഡ് ക്യാൻ ഹെൽപ്പ് വിത്ത് പ്രോബ്ലം സോൾവിങ് ആൻഡ് സെൽഫ് റെഗുലേഷൻ. ഈ കാര്യങ്ങൾ പ്രോബ്ലം സോൾവിങ് അതുപോലെ സെൽഫ് റെഗുലേഷൻ എല്ലാം സഹായിക്കുന്ന സാധനമാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്ന കാര്യം അല്ലേ. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കയ്യിൽ ഒരു പെൻസിലുണ്ട്, ഈ കയ്യിൽ പേപ്പറുണ്ട്, ഇനി പടം വെച്ചണോ ഇങ്ങനെ, അവന് മനസ്സിലൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലം സോൾവിങ്ങിന് ഈ പറഞ്ഞ സാധനം സഹായിക്കും അല്ലേ. അതുപോലെ സെൽഫ് റെഗുലേഷന്, അവനെ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കും ഈ പറഞ്ഞ പ്രൈവറ്റ് സ്പീച്ച് സഹായിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതെന്താണ് ഈ സാധനം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം ചോദ്യം വരുമ്പോൾ ഈ പ്രൈവറ്റ് സ്പീച്ചാ എന്തൊരു ഒളിച്ചിരുന്ന് വർത്താനം പറയുന്നത്, അതല്ല, ഇതാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, അതിൻ്റെ ബേസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. ഇനി നോക്കാം, ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് നോക്കാം. ദീസ് ഹെൽപ്സ് ചിൽഡ്രൻ ടു അക്വയർ മോർ നോളജ് ദാൻ പാസീവ് ലിസണിങ്. അതായത് നമുക്കിപ്പോൾ കുട്ടികളെ ഒരു കാര്യം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ, ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക എന്ന് പറയും അല്ലേ, ആക്ടിവിറ്റീസിലൂടെ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു സ്റ്റാറിൻ്റെ രൂപമോ അല്ലെങ്കിൽ എയുടെ രൂപമോ ഒക്കെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ എഴുതണമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അവനെ ഇതുപോലൊരു ആക്ടിവിറ്റി കൊടുത്തിട്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവൻ അത് ചെയ്യുന്നതിലൂടെ ആ പഠനം കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതാണ് ദാൻ ലിസണിങ്. പാസീവ് ലിസണിങ് എന്ന് പറയുമ്പോൾ സാറ് പറയുന്നു ബുക്ക് എടുക്കൂ, ഇതാണ് എ എന്ന് എഴുതി കാണിക്കുന്നു. അതിനേക്കാൾ കൂടുതൽ ആ എ എഴുതുന്നത് എങ്ങനെയെന്നുള്ളൊരു ആക്ടിവിറ്റിയിൽ അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവൻ്റെ മനസ്സിൽ കൂടുതൽ പതിയും. അതിനാണ് ഹാൻഡ്സ് ഓൺ ആക്ടിവിറ്റീസ് എന്ന് പറയുക അല്ലേ. എന്താ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് എന്ന് പറയുക. നമ്മൾ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഉണ്ട്. എന്ത് ട്രെയിനിങ്? ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ആണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ദാറ്റ്സ് കുറച്ച് കോസ്റ്റ്ലിയാണ് ട്രെയിനിങ്. ഇനി നമുക്ക് നോക്കാം സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്താണ്. സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് ഈ ഒരു കാര്യം നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ പ്ലേയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത് നോക്കാം, ഇത് പ്രധാനപ്പെട്ട 3 സോൺസ് ആണ്. ഈ സോൺസ് ആണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഈ ഏറ്റവും നടുക്ക് കാണുന്ന കടും നീല നിറോ കറുപ്പ് നിങ്ങൾക്ക് എന്താ കാണുന്നത്? കടുന്നീലല്ലേ? എന്തായാലും കടുന്നീല. ഈ കടുന്നീല നിറത്തിൽ ഉള്ള സംഭവം അതാണ് സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. അതായത് ഇത്രയേ ഉള്ളൂ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഒരു വൃത്തം വരയ്ക്കാൻ പറ്റണം.
വൃത്തം വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുട്ടി. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുട്ടി ഇതേ ഇങ്ങനെ വൃത്തം ഇങ്ങനെ വരച്ച് ഇങ്ങനെ കൊണ്ട് വെച്ചേക്കുന്ന കുട്ടി അവൻ മനസ്സിൽ വിചാരിച്ച വൃത്തമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ വരച്ച് വെച്ചോ. അപ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ അവിടെയാണ് ശ്രദ്ധിക്കുക, നോളജബിൾ അതേഴ്സ്, മോർ നോളജബിൾ അതേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട് കേട്ടോ. അവർ നമ്മൾ ടീച്ചർ ആവാം, ചിലപ്പോൾ നമ്മൾ പാരൻസ് ആവാം, അല്ലെങ്കിൽ കൂടെയുള്ള ആൾക്കാരായിരിക്കാം. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് സഹായിക്കാൻ പറ്റും. മകനെ, ഇത് ഇന്ത്യയുടെ ഭൂപടമല്ല, ഇത് വൃത്തമാണെന്നും ഇത് ഇങ്ങനെ ചേർത്താൽ മാത്രമേ വൃത്തമാകുള്ളെന്നും, ഇനി വരയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വൃത്തമാകുമെന്നും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ബാക്കി മാച്ച് കൊടുത്താൽ നമുക്ക് നല്ല വൃത്തം കിട്ടുമെന്നും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് അവന് ഡെവലപ്മെന്റ്, അവനെ എന്ത് ചെയ്യാൻ പറ്റും, അവനെ സജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് സ്വയം മറ്റൊരാളുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അവിടെ അവന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവൻ ഇത്രയും കൂടെ ഏരിയ അവന് കവർ ചെയ്യാൻ പറ്റും, അല്ലേ, കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ക്യാൻ ഡു ഈവൻ വിത്ത് ഗൈഡൻസ്. നമ്മൾ സഹായിച്ചാലും അവൻ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതായത് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമുക്കിപ്പം ഡിവിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് കുട്ടിക്ക് അറിഞ്ഞൂടാന്ന് വെച്ചോ. ഡിവിഷൻ എന്ന കൺസെപ്റ്റ് കുട്ടിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കുട്ടിക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് കുറയ്ക്കാൻ അവൻ പഠിച്ചിട്ടുണ്ട്. കുറയ്ക്കുക അല്ലെങ്കിൽ മൈനസ് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റ് അവൻ അറിയാം. അതാണ് അവൻ്റെ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഡിവിഷൻ എന്ന് പറയുന്ന സാധനം എന്താണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള മൈനസ് ആണ്, അല്ലേ, മൈനസിങ് ആണ്, റിപ്പീറ്റഡ് മൈനസിങ് ആണ്. അപ്പോൾ അവനോട് പറയുകയാണ്, നമ്മൾ ചോദിക്കണം, എടാ നിന്റെ കയ്യിൽ എത്ര വിരലുണ്ട്, 4 വിരലുണ്ട്, അല്ലേ, 4 വിരലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 2 സബ്സ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും, 2 കുറച്ചിട്ട് എത്ര പറയും, 2 ഉള്ളൂ, ഇനി ബാക്കി 2 ഉണ്ടെന്ന് പറയും. അപ്പോൾ 4 - 2 2 അവനറിയാം, ഇത് അവനറിയാന്നുള്ള കാര്യമാണ്. ഇനി നമ്മൾ അവനെ പഠിപ്പിക്കുകയാണ് എന്താണ്, നീ 2 പ്രാവശ്യം, എത്ര പ്രാവശ്യം ഈ 4-ൽ നിന്നും 2 കുറയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം 1 പ്രാവശ്യം കുറയ്ക്കാൻ അവനറിയാം, മൈനസ് ചെയ്യാൻ അറിയാം, അല്ലേ. രണ്ടാമത് നോക്കാം, പിന്നെ 2 ഇല്ലേ മക്കളെ, ഉണ്ട്, അതും കൂടെ കുറച്ചുകൂടെ കുറയ്ക്കാം. ഇനി എത്രയുണ്ട്, 0. ഇതാണ് ഡിവിഷൻ എന്ന് അവനെ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. 4 ഭാഗം, പിന്നെ ബാക്കിയെല്ലാം കണക്കാണ്. 4 ഭാഗം 2 = 2. ഇതവൻ പഠിച്ചോളൂ. അപ്പൊ നമുക്ക് അത്തരത്തിൽ ഇവനെ ഒരു സഹായം കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്താ പറയുക, സോൺ ഓഫ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുക. ഇനി ഇതേ സമയം ഇപ്പൊ നമ്മൾ എത്ര സഹായിച്ചു കഴിഞ്ഞാലും 4ന്റെ റൂട്ടൊക്കെ ചിലപ്പോൾ കണ്ടെത്താൻ അവൻ എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ. റൂട്ട് കണ്ടെത്താൻ അവന് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ക്യാൻ ഡു ഈവൻ വിത്ത് ഗൈഡൻസ്. നമ്മൾ സഹായിച്ചാലും ഒരുപക്ഷെ അവൻ അവിടെ എത്തിച്ചേരാൻ പറ്റണമെന്ന് ഇല്ല. ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ തന്നെ അതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെൻ എ ചൈൽഡ് attempts to perform a skill alone, she may not be proficient at it. അവൻ അത് അത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ്. അപ്പൊ അവന്റെ എത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടോ അതിനെയാണ് സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുക, അല്ലെ. ഇനി നമുക്ക് നോക്കാം ZPD. ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു തിയറിയുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വയ്ക്കുന്ന ഭാഗമാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈച്ച് ചൈൽഡ്സ് ഡെവലപ്മെന്റ് പീരീഡ് കൺസിസ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും അവനൊരു പ്രോക്സിമൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം, ഒരു ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ZPD is defined as a distance between the child's actual development level as assessed by independent problem solving and a higher level of potential development in guided activities. ശ്രദ്ധിക്കുക, 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക ZPD, അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുക, അല്ലേ. നമ്മളത് മനസ്സിലാക്കിയതാണ്. ഇവിടെ അവൻ എന്തറിയാം, സബ്ട്രാക്ഷൻ അറിയാം, അല്ലെ, അഡീഷൻ സബ്ട്രാക്ഷൻ അറിയാം. അവനെ ഒന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ അവനെ ഡിവിഷൻ പഠിപ്പിക്കാൻ പറ്റും, അല്ലെ. ഇത്ര കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ ഇവിടെ ഈ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്താണ് നോക്കാം. ദ ചൈൽഡ്സ് ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവലാണ്, ചൈൽഡിന്റെ ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവലാണ് അതെ ഇവിടെ അല്ലെ. എന്താണ് ഒന്നുകൂടെ നോക്കാം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചൈൽഡ്സ് ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവൽ. നമുക്കറിയാം ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവൽ ദേ ഇവിടെ ഒതുങ്ങുന്നു, ഇത്രയേ ഉള്ളൂ, അല്ലേ. വേറെ ഏതുമായിട്ടുള്ള ഡിസ്റ്റൻസാ,
ദാ ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ലെ, ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ്, ഇതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുക. അപ്പൊ നോക്കുക, ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവൽ നമുക്കറിയാം അല്ലെ, ഇറ്റ് ഈസ് അസസ്ഡ് ബൈ ഇൻഡിപെൻഡന്റ് പ്രോബ്ലം സോൾവിങ് അല്ലെ. അവന് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ലെവലിനെ നമ്മൾ ആക്ച്വൽ ഡെവലപ്മെന്റ് ലെവൽ എന്ന് പറയുക. ഇനി ഏതുമായിട്ടുള്ള വ്യത്യാസം, ആൻഡ് ഹയർ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, ഹയർ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെന്റ്, അതായത് അവന് എത്തിച്ചേരാൻ പറ്റാത്ത ആ ഡെവലപ്മെന്റ് സ്റ്റേജുമായിട്ട് അതിനിടയ്ക്ക്, അതായത് നമ്മൾ ഈവൻ വിത്ത് യൂസിങ് ക്ലൂസ്, വേർഡ്സ് ഓർ എൻകറേജ്മെന്റ്, മോഡലിംഗ്, എക്സ്പ്ലനേഷൻസ് ആൻഡ് പ്രോംപ്റ്റ്സ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ മേഖല നമ്മൾ കവർ ചെയ്യുന്നത് അല്ലേ, ഈ ZBD കവർ ചെയ്ത് ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുമായിട്ടുള്ള വ്യത്യാസം, അതിന് മുകളിലുള്ള ഒരു ഹയർ ലെവൽ, അവന് പോകാൻ പറ്റാത്ത ആ ലെവലുമായിട്ടുള്ള വ്യത്യാസത്തെയാണ് ZBD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZBD. മറന്നു പോകരുത്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്താണെന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ സിമ്പിൾ ആക്കാം. ഇത് അവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതായത് അവന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ ഈ ലെവലിൻ്റെ ഇവിടെ തമ്മിൽ വ്യത്യാസത്തെയാണ് നമ്മളെന്ന് വിളിക്കുക, ZBD എന്ന് വിളിക്കുക അല്ലേ. ഈ ലെവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവന് പ്രത്യേകിച്ച് അസിസ്റ്റൻസും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് അവന് എത്തിച്ചേരാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്. ഓക്കെ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് അവനൊന്ന് മോൾഡ് ചെയ്ത് കൊടുത്താൽ, ഏതിലെ കൂടെ ക്ലൂസ്, അവനൊരു ക്ലൂ കൊടുത്താൽ മതി, മോനെ ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും അല്ലേ. നമ്മൾ എന്നെ ഒരു പ്രാവശ്യം കുറയ്ക്കാൻ പറഞ്ഞു, അപ്പോൾ അവൻ മനസ്സിലായി. ഓക്കെ, 2 പ്രാവശ്യം കുറയ്ക്കാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ അവന് ഞാൻ ആലോചിക്കും അല്ലേ, 2 പ്രാവശ്യം കുറച്ചാൽ പിന്നെ എത്ര ഉണ്ട്, 0 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 4/2, പിന്നെ കൺസെപ്റ്റ് നമ്മൾ കണക്ട് കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്, അപ്പൊ ആദ്യം ക്ലൂ കൊടുക്കും, അതുപോലെ അവനെ കൊള്ളാം മോനെ കൊള്ളാം, ഒരു കാര്യം അവൻ ഇങ്ങനെ പറയണം, 2 പോയിട്ട് പിന്നെ 2 ബാക്കിയുണ്ട് മാമ എന്ന് പറയാം. അപ്പൊ 2 കൂടെ കുറ എന്ന് പറയുമ്പോഴത്തേക്കും 2 കൂടെ കുറച്ച് എത്ര 2 0 ഗുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ എൻകറേജ്മെന്റ് ആയില്ലേ. അതുപോലെ മോഡലിംഗ് പിന്നെ എക്സ്പ്ലനേഷൻസ്, പ്രോംസ് എന്ന് പറയുമ്പോൾ പറഞ്ഞു കൊടുക്കുക, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലേ. ഇത്തരത്തിൽ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ അവനെ ഈ ഒരു മേഖല തരണം ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ZBD എന്താണെന്നുള്ളത് കഴിഞ്ഞില്ല. ഒന്നുകൂടെ നോക്കാം. ഇത് എപ്പോഴാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നേരത്തെ ഞാൻ ഒരു പ്രോബ്ലം പഠിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, അത് കുറച്ചുകൂടെ വൈഡ് ആയിപ്പോയി, അതിനെ കുറച്ചുകൂടെ നമുക്ക് ചുരുക്കിയെടുക്കാം. നോക്കാം, ZBD ഈസ് ഐഡന്റിഫൈഡ് വെൻ എ ചൈൽഡ് ഹാസ് റീച്ച്ഡ് എ പോയിന്റ് നിയർ ടു സോൾവിങ് എ പ്രോബ്ലം. ഞാൻ നേരത്തെ വട്ടം വരയ്ക്കുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതവനെ സംബന്ധിച്ചൊരു പ്രോബ്ലമാണ്. ഇങ്ങനെ വരച്ചവൻ ഇങ്ങനെ കൊണ്ട് വെച്ചു അല്ലെ, എന്താണ് നിയർ ടു സോൾവിങ് എ പ്രോബ്ലം, അതിന്റെ അടുത്ത് വരെ എത്തി അല്ലേ. ബൈ ഹെർസെൽഫ് ഓർ ഹിംസെൽഫ് വിത്തൗട്ട് ഹെൽപ്പ്, വേറെ സഹായമില്ലാതെ ചെയ്തു. നോക്കാം, അപ്പോഴാണ് നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇവിടെ ഒരു ഗ്യാപ്പ് കിടക്കുകയാണ് അല്ലെ, അവൻ ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെയാണ് നമുക്ക് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ദിസ് ഷോസ് എ ലാഗ് ബിറ്റ്വീൻ എ ചൈൽഡ്സ് കറന്റ് എബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ എബിലിറ്റി ടു സോൾവ് ദ പ്രോബ്ലം അല്ലേ. അതായത് കുട്ടിയുടെ കറണ്ട് എബിലിറ്റി പ്രകാരം കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിലവിലുള്ള കറണ്ട് എബിലിറ്റിയും അതുപോലെ കുട്ടിക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ എബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിഫറൻസ് ആണ് ഇത് കാണിക്കുന്നത്, ലാഗ് ആണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദിസ് കൺസെപ്റ്റ് ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് എ ടീച്ചർ ടു വർക്ക് മോർ മീനിങ്ഫുള്ളി വുഡ് അണ്ടർസ്റ്റാൻഡ് ദ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ അല്ലെ. കുട്ടികളുടെ സോഷ്യോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ടീച്ചറെ തുനിയേണ്ടത്. അതുപോലെ ടീച്ചർ വുഡ് കോൺസ്റ്റന്റ്ലി അനലൈസ് ആൻഡ് അസസ് ദ ചൈൽഡ്സ് പ്രോഗ്രസ് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് അല്ലെ. ഒരു ടീച്ചർ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കുട്ടിയെ നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് കൊണ്ടിരുന്നാൽ 2 കാര്യങ്ങളിൽ ZBD ഉപയോഗിക്കാം. ഒന്നെന്താണ്, കുട്ടിയെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം, കുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. കേട്ടോ, ക്വസ്റ്റ്യൻ വരും കേട്ടോ, അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അതായത് കുട്ടിയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും പഠിപ്പിക്കാൻ വേണ്ടി, കുട്ടിയെ പ്രോബ്ലം എന്താണെന്ന് അനലൈസ് ചെയ്യാം. ഇപ്പോൾ നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന് ഹരിക്കാൻ അറിയാമോ വെച്ചാൽ പകുതി അറിയാം, അവനത് കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ അറിഞ്ഞൂടാ. അപ്പോൾ നോക്ക്, അവന് ഇത് ഇത്രയും മനസ്സിലായി, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി, എന്താണ് 4ൽ 2 ഉള്ളതെന്നുള്ളത് അവൻ മനസ്സിലായി. അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്താൽ എന്തായി, അതാണ് എന്ത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേടാ, ഓക്കെ അല്ലേ, ഓക്കെ ആണ്. അപ്പൊ നോക്കാം, കഴിഞ്ഞില്ല. സ്കഫോൾഡിങ്. ഇവിടെ സ്കഫോൾഡിങ് എന്ന് പറയുന്ന സാധനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ നമ്മൾ ഇടപെടുന്നത് പലപ്പോഴും സ്കഫോൾഡിങ്ങിലൂടെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെയാണ് സ്കഫോൾഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ പ്രാധാന്യം. എന്താ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു സ്ട്രക്ചർ കെട്ടി ഉയർത്തുന്നു. അപ്പോൾ ആ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കുട്ടിയുടെ തലയിലുള്ള ഐഡിയാസ് ആണ്. അപ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പുറമേ ചാരം കെട്ടി അതിന് വഴി കാണിച്ചു കൊടുക്കുന്നു. അതാണല്ലേ ദ സപ്പോർട്ട് ഓർ അസിസ്റ്റൻസ് ദാറ്റ് ലെറ്റ്സ് ദ ചൈൽഡ് അക്കംപ്ലിഷ് എ ടാസ്ക് ഹി കനോട്ട് അക്കംപ്ലിഷ് ഇൻഡിപെൻഡൻ്റ്ലി. അതായത് അവന് ഒറ്റയ്ക്ക് ചെയ്തു പോകാൻ പറ്റാത്ത കാര്യം അവന് ചെയ്തു തീർക്കാൻ വേണ്ടി കൊടുക്കുന്ന എക്സ്റ്റേണൽ സപ്പോർട്ടിനെയാണ് നമ്മൾ എന്ന് പറയാ
സ്കഫോൾഡിംഗ് എന്ന് പറയുക അല്ലേ, സ്കഫോൾഡിംഗ് എന്ന് പറയുക. നമ്മുടെ ഞാൻ കെട്ടിടപ്പണിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിച്ചാൽ തന്നെ കറക്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് ജുഡീഷ്യസ് അസിസ്റ്റൻസ് ഗിവൺ ബൈ ദ അഡൽട്ട് ഓർ പിയർ. അപ്പോൾ അവിടെ ആരാവാം, ഒന്നുകിൽ ഒരു അഡൽട്ട് ആയിരിക്കാം ഈ സ്കഫോൾഡിങ്ങിന് ചെയ്യുന്നത്. ഇവിടെ ഒരു അഡൽട്ടാണ്, ഒരു ടീച്ചറാണ് ഇരിക്കുന്നത് അല്ലേ, ചിലപ്പോൾ അവൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അവൻ്റെ ജ്യേഷ്ഠനായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ആവാം അല്ലേ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരും ആകാം, പിയർ വരെ ആകാം എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ പിയർ, ഈ കുട്ടി ഉണ്ടല്ലോ, ഈ കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ്റെ ലെവലിൽ തന്നെ നിൽക്കുന്ന കുട്ടിയുടെ സഹായം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഈ പ്രോബ്ലം ആൾറെഡി സോൾവ് ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, സ്കഫോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അൺസിപ്പിംഗ് അല്ലേ, നമുക്ക് ലഞ്ച് ബാഗ് തുറക്കാൻ വേണ്ടി പോകുന്നു കുട്ടി, അപ്പോഴത്തേക്കും ടീച്ചർ അല്ലെങ്കിൽ ആയ വന്നിട്ട് ഫുള്ള് തുറന്ന് അവന് തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2 ഇഞ്ച് തുറന്ന് വെച്ച് കൊടുത്താൽ ബാക്കി അവൻ തുറന്നോളും. ഇതാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അതായത് അവനെ തുറക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇതുവഴി പിടിച്ച് ഇങ്ങനെ പിടിച്ചാൽ തുറക്കാന്ന് അവൻ അറിയാം അല്ലേ, ഇത്രയും കാര്യം അറിയാം. അപ്പോഴത്തേക്കും ഫസ്റ്റ് കുറച്ച് നീക്കുന്നതാണ് അവന് പാട്. അപ്പൊ അത് അവനെ സംബന്ധിച്ച് ആ ഒരു ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യുന്നുള്ള ഗ്യാപ്പാണ് അല്ലേ, അതിനൊരു ശാരീരിക ബലം അല്ലെങ്കിൽ അതൊന്നില്ല, അവൻ ആ സ്കില്ല് അവനില്ല എന്നുള്ളതാണ്. അപ്പൊ അതങ്ങനെ ചെയ്തു കൊടുത്താൽ ബാക്കി അവൻ ചെയ്തോളും. സച്ച് കൈൻഡ് ഓഫ് സ്കഫോൾഡിംഗ്. അതുപോലെ എന്താണ് ലൂസണിങ് ദ ഫുഡ് കണ്ടെയ്നർ ലിഡ് ജസ്റ്റ് എ ബിറ്റ് ആൻഡ് ലെറ്റിംഗ് ദ ചൈൽഡ് ഓപ്പൺ ദ ലിഡ് ഹിംസെൽഫ്. അതായത് അത് കഴിഞ്ഞതിന് ശേഷം അതായത് ആ കുട്ടി എന്ത് ചെയ്തു, ഫുഡിന്റെ പാത്രം എടുത്തപ്പോഴത്തേക്കും അവൻ തുറക്കാൻ പറ്റില്ല, അമ്മ തുറക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും നമ്മൾ ഫുള്ളായിട്ട് തുറന്നു കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് തുറക്കാൻ പാകത്തിന്, അവനെ തുറക്കാൻ പാകത്തിനാക്കി വെച്ച് കൊടുക്കാം. അതും ഒരു സ്കഫോൾഡിങ്ങിന് എക്സാമ്പിൾ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ അല്ലേ. ഇനി സ്കഫോൾഡിംഗ് എന്താണെന്ന് മറക്കൂലല്ലോ. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ത് തമ്മിലുള്ള കുട്ടിക്ക് ആക്ച്വൽ ചെയ്യാൻ പറ്റുന്ന കാര്യവും അതുപോലെ നമ്മുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്തൊരു ലെവലുണ്ട്, അതിനിടയ്ക്കുള്ള ആ ഡിഫറൻസ് ആണ്. എന്താണ് അപ്പോൾ നോക്ക്, എന്താണ് ഒരു കാര്യം പറഞ്ഞുതരാം, ഒറ്റ കാര്യം പറഞ്ഞുതരാം. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും നിങ്ങൾക്ക്. എന്താണ് ആ 2 ഏരിയകൾ തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്താ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുക. അപ്പോൾ സോൺ ഓഫ് ആക്ച്വൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്താണ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, അതുപോലെ കുട്ടിയെ നമ്മൾ സഹായിച്ചാൽ കുട്ടി അതിന്റെ കൂടെ നമ്മൾ വിത്ത് ഹെൽപ്പ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത്രയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് കഴിഞ്ഞിട്ടുള്ള ലെവലിലേക്ക് കുട്ടിയെ നമ്മൾ സഹായിച്ചാലും കുട്ടിക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ അല്ലടാ. ഇനി നമുക്ക് നോക്കാം സ്കഫോൾഡ് ആൻഡ് ഫെയ്ഡ് അവേ. ഇതൊരു ടെക്നിക്കാണ്. അതായത് നമ്മൾ അവനെ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം സ്കഫോൾഡ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ സ്കഫോൾഡ് എടുത്ത് മാറ്റുന്നു, പിന്നെ അവനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ ഒരു തവണ നേരത്തെ പറഞ്ഞതുപോലെ അവനെ ഡിവൈഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, അവൻ സ്കൂളിൽ പഠിച്ചതാണ് അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചു. അപ്പോഴത്തേക്ക് അവൻ ഇതിങ്ങനെ കുറയ്ക്കാൻ മനസ്സിലായി, അത് കഴിഞ്ഞിട്ട് കൂട്ടി എഴുതാനാണ് അവൻ അറിഞ്ഞൂടാ. അപ്പോൾ ആ ഭാഗം നമ്മൾ എന്ത് ചെയ്തു, അവനൊന്ന് സ്കഫോൾഡ് ചെയ്തല്ലേ, അവനെ ഒന്ന് അതിങ്ങനെയാണ് പോനെന്ന് പറഞ്ഞ് മനസ്സിലായി മിടുക്കൻ ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവനെ കൊണ്ട് ചെയ്യിക്കുന്നു. പിന്നെ നമ്മൾ ആ വഴിക്ക് തിരിഞ്ഞു നോക്കരുത്, ആ പ്രോബ്ലത്തിൽ അവൻ തന്നെ ചെയ്യണം അല്ലേ. ഇതാണ് സ്കഫോൾഡിംഗ് ആൻഡ് ഫെയ്ഡ് അവേ. നോക്കാം. withdrawing the guidance when the child could do on their own what they could not initially do without assistance. അതായത് നേരത്തെ ആ കുട്ടിക്ക് അസിസ്റ്റൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ അത് അസിസ്റ്റന്റോട് അവൻ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്കഫോൾഡിംഗ് എന്ത് ചെയ്യുന്നു, എടുത്ത് മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഉണ്ടാവും ഇൻസ്ട്രക്ടർ വരുന്നു, സ്റ്റുഡൻറ്റ് ഗെയിനിങ് റെസ്പോൺസിബിലിറ്റി, ഇൻസ്ട്രക്ടർ വരുന്നു, റെസ്പോൺസിബിൾ ആക്കുന്ന സ്റ്റുഡൻറ്റിനെ, അത് കഴിഞ്ഞ് ഇൻസ്ട്രക്ടർ ഫെയ്ഡിങ്. ഇതൊരു സൈക്കിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ ടീച്ചിങ്ങിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ വളർത്തുന്ന കാര്യത്തിലേക്ക് അവരെ സ്കഫോൾഡ് എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇവിടെ വരുന്ന മറ്റൊരു ടേമാണ് മോർ നോളജബിൾ അതേഴ്സ്. മോർ നോളജബിൾ അതേഴ്സ്. ഇതിൽ ആരൊക്കെ വരുമെന്നും ആരൊക്കെ വരില്ലെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. മോർ നോളജബിൾ അതേഴ്സിൽ പിയർ വരാം, കുട്ടിയുടെ കൂടെ ഇന്ന് പഠിക്കുന്ന കുട്ടി വരാം, പക്ഷേ ആ കുട്ടി ആ പ്രോബ്ലം സോൾവ് ചെയ്തവനായിരിക്കണം. എന്നാൽ മാത്രമേ അയാളെ മോർ നോളജബിൾ അതേഴ്സ് വിളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇവനും അവൾക്കും കണക്കേ അറിഞ്ഞൂടാ, അപ്പോൾ അയാളെ എങ്ങനെ മോർ നോളജബിൾ അതെന്ന് വിളിക്കാൻ പറ്റില്ല. ഇത് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് MCQ വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നോക്കാം. Vygotsky defined the more knowledgeable others, MKO, as anyone who has a better understanding or a higher ability level than the learner. ഇതാണ് ഒരു പ്രശ്നത്തെക്കുറിച്ച് ഈ ലേണറേക്കാൾ കൂടുതൽ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആരെയും നമുക്ക് എന്ന് വിളിക്കാം, എന്താ, മോർ നോളജബിൾ അതേഴ്സ് എന്ന് വിളിക്കാം അല്ലേ. നോക്കാം. പെർട്ടിക്കുലർലി ഇൻ റിഗാർഡ്സ് ടു സ്പെസിഫിക് ടാസ്ക്. ഒരു ടാസ്ക് എന്തോ ആയിക്കോട്ടെ അല്ലേ, കൺസെപ്റ്റ് ആയിക്കോട്ടെ, പ്രോസസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. MKO കുഡ് ബി അല്ലെ, MKO കുഡ് ബി ആരൊക്കെ ആവാം, ടീച്ചേഴ്സ് ആവാം, പാരൻസ് ആവാം, ട്യൂട്ടേഴ്സ് ആവാം, ഈവൻ പിയേഴ്സ് വരെ ആകാം അല്ലെ, കൂട്ടുകാർ വരെ ആകാം, അനിയന്മാർ പോലും ആകാം. അതായത് പ്രായത്തിൽ കുറഞ്ഞ ആളിന് പോലും എന്താവാം, മോർ നോളജബിൾ അതേഴ്സ് ആകാവുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ഏജ് കുറഞ്ഞ ആൾക്കാർക്ക് പോലും നമ്മളെ നയിക്കാൻ പറ്റുന്നത്. കാരണം അവൻ എന്താണ്, ഹി ഹാസ് മോർ നോളജ് ലെവൽ ദാൻ us. ദാറ്റ്സ് ഇറ്റ്.
ഇത്രയേ ഉള്ളൂ. മോർ നോളജബിൾ അതേഴ്സ് എന്ന ടേമും എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ റെസിപ്രോക്കൽ ടീച്ചിങ്. എന്താ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? റെസിപ്രോക്കൽ ടീച്ചിങ് കൂടെ മനസ്സിലാക്കി പോകാം. കോ ഓപ്പറേറ്റ് ടീച്ചിങ്, സഹകരണ അടിസ്ഥാന ടീച്ചിങ്. അപ്പൊ അതും നമുക്ക് എന്താണ് നോക്കാം, വ്യത്യാസം നോക്കാം. എന്നാൽ നമുക്ക് നോക്കാം റെസിപ്രോക്കൽ ടീച്ചിങ്. റെസിപ്രോക്കൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടി ടീച്ചറെ കൂടെ പഠിപ്പിക്കുമെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഞാൻ പണ്ട് പറഞ്ഞ പോലെ പ്രയോഗിച്ചിരുന്ന കാര്യമാണ് പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളെ ഗ്രൂപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെസിപ്രോക്കൽ ടീച്ചിങ് വഴി ഈ തിയറി പഠിക്കാം. ഞാൻ ആദ്യം പറയും, ഈ തിയറി ഇന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു, ഇന്ന കാര്യങ്ങൾ ആണ് വരുന്നത്. അപ്പോൾ അടുത്ത ടാസ്ക് എന്താണ്? ഞാൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കണേ. ഇതാണ്, നോക്ക്, ഇവിടെ നോക്ക്. പ്രെഡിക്റ്റ് ചെയ്യുന്നു. ആദ്യം ടീച്ചർ പറയാണ്, ഞാൻ ഇന്ന കാര്യം പറയാൻ പോവാണ്. വിഗോസ്കി പറഞ്ഞത് ഇങ്ങനെയാണ്, വിഗോസ്കി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയും. നിങ്ങളെ പഠിപ്പിക്കുകയല്ല, ഇങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ മുന്നോട്ട് പ്രശ്നം വയ്ക്കുകയാണ്. എനിവൺ ലൈക്ക് ടു ആഡ് ടു മൈ പ്രഡിക്ഷൻ ഓർ ആസ്ക് എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാനുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം തെറ്റായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, 1, 2, 5 കാര്യം തെറ്റായിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ കുട്ടി എവിടെയും കേട്ടോ, ആ സാർ തെറ്റ് പറഞ്ഞ അപ്പൊ ശരിയാക്കി തരാം. ലെറ്റ്സ് റീഡ് ആൻഡ് ചെക്ക് ദ പ്രഡിക്ഷൻസ് ആൻഡ് ഫൈൻഡ് ഇറ്റ് ഔട്ട് മോർ. അല്ലെ, കൂടുതൽ നിങ്ങൾ വായിച്ച് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ കുട്ടികൾ അത് വായിക്കും. അല്ലേ? അപ്പോൾ അടുത്ത ക്ലാരിഫിക്കേഷൻ ആണ്. ഈസ് ദർ എനിത്തിങ് യു നീഡ് ടു ക്ലാരിഫൈ സച്ച് ആസ് ട്രിക്കി വേർഡ്സ്, ഫ്രേസസ് ഓർ ഐഡിയാസ്? അപ്പോൾ ഞാൻ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവരെന്നെ ചോദ്യം ചെയ്യും. തെറ്റ് പറയാൻ നിർബന്ധമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ടെക്നിക്കാണ്. അപ്പോൾ നോക്ക്, ഞാൻ ആദ്യം പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്താണ് വിഗോസ്കി ഇങ്ങനെയൊക്കെ ഞാൻ എല്ലാം ശരിയാണ് പറഞ്ഞു വെച്ചു. അപ്പോൾ കുട്ടികൾ അത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോഴത്തേക്കും അവന് ചില കാര്യങ്ങളിൽ ഐഡിയ കൃത്യമാകുന്നില്ല, ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല. ഈ സെന്റൻസ് എത്ര വായിച്ച് മനസ്സിലാവുന്നില്ല സാറേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ അവനെ എന്ത് ചെയ്യുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നു. അല്ലേ? അപ്പോൾ നോക്ക്, ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കസ്. അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പഠിച്ചത്, എന്താണ് വാട്ട് എൽസ് ആർ യു വണ്ടറിങ് അബൌട്ട്? നമുക്ക് അത് കേട്ടിട്ട് എന്ത് അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അല്ലേ? പണ്ട് ഞാൻ ഈ പറഞ്ഞ സെല്ല് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് സെല്ലിൽ അന്ന് നമുക്ക് മൈറ്റോകോൺട്രിയ പഠിക്കാനുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയയെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ ഞാൻ പറഞ്ഞ വെച്ചാൽ, സെല്ലെന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന സെല്ല് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് സെല്ലെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും സെല്ല് എന്താണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകമാണെന്ന് ഏതെങ്കിലും കുട്ടി പറയും. ശരിയാണോ എന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ ഏറ്റവും ബാക്കി ഇരിക്കുന്നു, എന്താണ് ശരിയാണോ? അവൻ അറിഞ്ഞൂടാ. എന്തുകൊണ്ട് അറിഞ്ഞൂടാ? അപ്പോൾ ഒരു സെല്ലിനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഉദാഹരണം പറയും. ഉദാഹരണത്തിന് നമ്മുടെ ഒട്ടകപ്പക്ഷിയുടെ മുട്ട എന്ന് പറയുന്നത് ഒരു സെല്ലാണ്, ഒരു ഏറ്റവും വലിയ സെല്ലാണ്. അല്ലേ? അപ്പോൾ അതിൻ്റെ ഉദാഹരണം പറയും. അയ്യോ സാറേ, ഇത് കോശമാണോ? മറ്റൊരു സംശയം, ഇത്രയും വലിയ കോശമുണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? നമ്മുടെ ആദ്യത്തെ ഒരു ഭ്രൂണം ഉണ്ടാകുന്നത് എങ്ങനെ, രണ്ട് ഹാപ്ലോയിഡ് സെൽസ് കൂടി ചേർന്നാണ് നമ്മളൊക്കെ ഉണ്ടായതെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണിങ്ങനെ വികസിച്ച് വരും. അല്ലേ? ഓ അങ്ങനെയൊക്കെയാണല്ലോ സെല്ല്. അപ്പോൾ എങ്ങനെ ഈ സെല്ലിന് ജീവനുണ്ടോ? ഉണ്ട്. അപ്പോൾ ആ ജീവൻ ഉണ്ടെങ്കിൽ എങ്ങനെ അതിനകത്ത് എനർജി വേണ്ടേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവൻ എന്താണ്? ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പരസ്പരം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സകലമാന കുട്ടികളും ശ്രദ്ധിക്കും. ഒരുത്തം പോലും ക്ലാസ്സിൽ നിന്ന് ഉറങ്ങത്തില്ല. അവന് ചോദ്യം ഉണ്ടായിരിക്കും. അവനെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുക. നല്ല ടീച്ചറാണെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്ത് ചെയ്യുക, ചോദ്യം ചോദിപ്പിക്കുക. ആ ചോദ്യം ചോദിപ്പിക്കുന്നതാണ് ടീച്ചറിൻ്റെ എടുക്കുക. അങ്ങനെ അവനെ കൊണ്ട് ചോദ്യം ചോദിപ്പിച്ചതിന് ശേഷം അവൻ്റെ സംശയങ്ങൾ നമ്മൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ചോദ്യങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്യുക. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അവൻ മനസ്സിലാക്കുക. അല്ലേ? അത് കഴിഞ്ഞ് സമ്മിങ് അപ്പ്. അപ്പോൾ നമുക്ക് അവസാനം പറയാണ്, വുഡ് എനി ലൈക്ക് ടു ആഡ് മൈ സമ്മറി? ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അവർക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കും നമ്മുടെ അടുത്ത് പറയാനായിട്ട്. കുട്ടികൾക്ക് ഒരുപാട് കാഴ്ചപ്പാട്, അവർ പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് പറഞ്ഞു തരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെറും 0 ആയിട്ടൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നാം. അങ്ങനെയാണ് കുട്ടികൾ. നമ്മൾ അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചാൽ മാത്രമേ. നോക്കാം, അതാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. നോക്കാം, ഇൻ റെസിപ്രോക്കൽ ടീച്ചിങ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ടേക്ക് ടേൺസ് ലീഡിങ് ഡിസ്കഷൻസ് യൂസിങ് സ്ട്രാറ്റജീസ് ലൈക്ക് സമ്മറൈസിങ് ആൻഡ് ക്ലാരിഫയിങ്. അല്ലെ? സമ്മറൈസിങ്, ക്ലാരിഫയിങ് ഇതെല്ലാം കൂടെ ചെയ്തു പോകുന്ന രീതിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാൽ 2 ടേമും കൂടെ നോക്കി പോകാം. കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് കോപ്പറേറ്റീവ് ലേണിംഗ്. അല്ലേ? ഇതിപ്പോൾ നമ്മൾ റെസിപ്രോക്കൽ ടീച്ചിങ് നമ്മളവിടെ പറഞ്ഞൊരു കാര്യമാണ്. റെസിപ്രോക്കൽ ടീച്ചിങ് എന്നാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൊളാബറേറ്റീവ് ലേണിംഗും കോപ്പറേറ്റീവ് ലേണിംഗും കേൾക്കുമ്പോൾ രണ്ടും ഒരുപോലെ തോന്നും. ഏകദേശം കണ്ടാലും ചെയ്താലൊക്കെ ഒരുപോലെ ഇരിക്കുന്ന സാധനം തന്നെയാണ്. വ്യത്യാസം അത്രയേ ഉള്ളൂ. കോപ്പറേറ്റീവ് ലേണിംഗ് കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും സപ്പോസ് നമ്മളിപ്പോൾ എൻ്റെ ക്ലാസ് റൂമുണ്ട്. ആ ക്ലാസ് റൂമിൽ എനിക്ക് വലിയ പ്രാധാന്യമില്ല. അത് ഞാൻ ടീച്ചർക്ക് അല്ലെങ്കിൽ നമുക്ക് ലീഡ് ചെയ്യുന്ന ആളിന് വലിയ പ്രാധാന്യമില്ല. അവരെന്ത് ചെയ്യുന്നു, കൊളാബറേറ്റീവ് ലേണിംഗിൽ ഏർപ്പെടുകയാണ്. അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് ചർച്ച നടത്തി അവർ അസംഷനിലേക്ക് എത്തുന്നു. പരസ്പരം മത്സരമെല്ലാം ഉണ്ടാകാം. ആ ഗ്രൂപ്പ് എങ്ങനെ, ഈ ഗ്രൂപ്പ് ഇങ്ങനെ, അങ്ങനെ. അതേസമയം കോപ്പറേറ്റ് ലേണിംഗ് എന്ന സഹകരണ മനോഭാവത്തുള്ള പഠനമാണ്. ഗിവ് ആൻഡ് ടേക്ക് ആണ് അതിന്റെ പ്രധാനപ്പെട്ട പോളിസി. അവിടെ എന്ന് പറയുമ്പോൾ ടീച്ചർ പറയുന്ന രീതിയിൽ തന്നെ അവർ ഗ്രൂപ്പ് തിരിഞ്ഞ് പഠിക്കുന്നു. അവർ പ്രത്യേകിച്ച് തങ്ങളിൽ മത്സരമൊന്നുമില്ല. അവിടെ മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവരാണ്, ടീച്ചർ തന്നെയാണ്. അപ്പോൾ രണ്ടിലും നമ്മുടെ വിഗോസ്കിയുടെ തിയറിക്ക് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ഈ 2 ലേണിംഗ് മെത്തേഡിലും വിഗോസ്കിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കൂടുതൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ കോപ്പറേറ്റ് ലേണിംഗ് ആണ് കമ്പയർഡ് ടു കൊളാബറേറ്റീവ് ലേണിംഗ് പ്രോസസ് കേട്ടോ.
അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൊളാബറേറ്റ് ലേണിങ്ങും കോപ്പറേറ്റ് ലേണിംഗ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നോക്കാം. വിഗോസ്കിയുടെ തിയറി നമുക്ക് ഒന്നുകൂടെ കാണാൻ നോക്കാം. തന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞു ആര്? വിഗോസ്കി അല്ലേ. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? കുട്ടിക്ക് ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ സോഷ്യൽ ഇന്ററാക്ഷന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നു വിഗോസ്കി. അതുപോലെ ഇറ്റ് ആൾസോ ക്ലെയിംസ് ദാറ്റ് there is a strong connection between learning language and the development of thinking അല്ലേ. ലാംഗ്വേജ് പഠിക്കുന്നതും തിങ്കിങ്ങിന്റെ ഡെവലപ്മെന്റുമായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ടെന്ന് അത് പ്രസ്താവിക്കുന്നു. അതുപോലെ ഹൈലൈറ്റ്സ് ദ റോൾ ഓഫ് മെന്റർ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മോർ നോളജബിൾ പേഴ്സൺ വേണം എന്നല്ലേ, എന്നാൽ മാത്രമേ കൂടുതൽ നല്ല രീതിയിൽ കുട്ടിയെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുള്ളൂ എന്ന് ഹൈലൈറ്റ് ദ റോൾ ഓഫ് മെന്റർ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതുപോലെ വെൽ അപ്ലൈഡ് ടു ടീച്ചിങ് സ്ട്രാറ്റജീസ്. ഈ തിയറി എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചിങ് സ്ട്രാറ്റജീസിൽ വളരെയധികം അപ്ലൈ ചെയ്യപ്പെട്ട കാര്യമാണ്. അതുപോലെ മോർ സോഷ്യൽ ഇൻ ഫോക്കസ്, കൂടുതൽ സോഷ്യൽ ഇന്ററാക്ഷനിലാണ് അത് ഫോക്കസ് ചെയ്യപ്പെട്ടതല്ലേ. അതുപോലെ എംഫസൈസ് ഓൺ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കൾച്ചറൽ ഫാക്ടേഴ്സിൽ അത് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ തിയറി ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ അല്ലേടാ? സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട് എനിക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ, പക്ഷേ ചോദ്യങ്ങൾ നിങ്ങൾ ആലോചിച്ചും കണ്ട് ഉത്തരം പറയണം. നോക്കാം, ആസേഷൻ നോക്കാം. സ്കഫോൾഡിംഗ് ഈസ് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. ശരിയാണ് അല്ലേ? ശരിയായിട്ടുള്ള കാര്യമാണ്. സ്കഫോൾഡിംഗ് വേണം ലേണിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിയിൽ. നോക്കാം. റീസൺ സ്കഫോൾഡിംഗ് ഹെൽപ്സ് ലേണേഴ്സ് അച്ചീവ് ടാസ്ക് ദേ കനോട്ട് അക്കംപ്ലിഷ് ഇൻഡിപെൻഡന്റ്ലി. എന്താ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്? അവർക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവരെ സഹായിക്കലാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ലേണിംഗിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോസസ് തന്നെയാണ്. അപ്പോൾ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ അസെഷനിലേക്ക് എത്താം അല്ലേ. എ ആണ് ഉത്തരം. ഓക്കെ അല്ലേടാ? നോക്കാം. അക്കോർഡിംഗ് ടു വിഗോസ്കി ചൈൽഡ് ഡെവലപ്മെന്റ് ഈസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു? എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ പ്രോഡക്റ്റ് ഓഫ് ഫോർമൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് ഓഫ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. അതുപോലെ മോർ ദാൻ വൺ ഓഫ് ദ എബോവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിവിടെ സോഷ്യൽ ഇന്ററാക്ഷൻ പറഞ്ഞുകൊണ്ട് തന്നെ സോഷ്യോ കൾച്ചറൽ തിയറിയാണ് വിഗോസ്കിയുടെ. അപ്പോൾ എന്താണ്? ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അതുപോലെ നോക്കാം. അക്കോർഡിംഗ് ടു ലേ വിഗോസ്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടർ ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ലേണിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ ലേണിങ്ങിനെ സ്വാധീനിക്കാത്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിഗോസ്കിയുടെ അഭിപ്രായ പ്രകാരമാണ് കേട്ടോ, ശ്രദ്ധിക്കണം. സ്കഫോൾഡിംഗ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്, അത് രണ്ട് സ്വാധീനിക്കുന്നുണ്ട്. സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ എന്താണ് ലേണിങ്ങിനെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു വിഗോസ്കീസ് തിയറി. അപ്പോൾ എന്താണ്? എ ആണ് ഉത്തരം. മോർ ദാൻ വൺ ഓഫ് ദ എബോവ് അല്ല. എ എന്ന് പറയുമ്പോൾ അത് വിഗോസ്കിയുടെ തിയറി അതിനെക്കുറിച്ച് പറയുന്നതേ ഇല്ല അല്ലേ. എ ആണ്. ഇത് നോക്കാം. ലേ വിഗോസ്കീസ് തിയറി മെയിൻലി ഫോക്കസ് ഓൺ എക്സ്പ്ലെയിനിങ് എന്താണ്? ദ ഇമ്പാക്ട് ഓഫ് ഹെറിഡിറ്റി ഓൺ ഡെവലപ്മെന്റ് അല്ല, ദ റോൾ ഓഫ് കൾച്ചറൽ ടൂൾസ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? എൻവിസേജ് ചെയ്യുന്നുണ്ടല്ലേ ഇല്ലേടാ? അതുപോലെ നോക്കാം. ബയോ ഇക്കോളജിക്കൽ മോഡ് ഓഫ് സോഷ്യലൈസേഷൻ ഒന്നുമല്ല. അപ്പോൾ എന്താണ്? ബി ആണ് ഉത്തരം. ഇത് നോക്കാം. ഇൻ വിഗോസ്കീസ് തിയറി ദ റേഞ്ച് ബിറ്റ്വീൻ വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു എലോൺ ആൻഡ് വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു വിത്ത് ഹെൽപ്പ് ഈസ് കാൾഡ്. അതായത് അവന് ഹെൽപ്പിനോടൊപ്പം അവന് ചെയ്യാൻ പറ്റാത്ത കാര്യവും അതുപോലെ അവന് ചെയ്യാൻ പറ്റുന്ന, അതായത് അവൻ്റെ ആക്ച്വൽ ഡെവലപ്മെൻറ്റിൻ്റെ സംഭവം അല്ലേ, ഒരു ഹെൽപ്പോട് കൂടി അവൻ ചെയ്യാൻ പറ്റുന്ന ആ കാര്യത്തെ ആ ഒരു ഭാഗത്ത് എന്ന് വിളിക്കും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് വിളിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ. അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കീസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു? ഫിസിക്കൽ മെച്യൂരിറ്റി അല്ല, സോഷ്യൽ ഇന്ററാക്ഷൻ. ഡി അവിടെ കിടപ്പുണ്ട്, ഉത്തരം കിടപ്പുണ്ട്. കണ്ണും പൂട്ടി എഴുതാം കേട്ടോ, പഠിച്ചോന്ന് എഴുതാം. അതുപോലെ അക്കോർഡിംഗ് ലേ വിഗോസ്കി ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഷുഡ് ബി യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടി ഉപയോഗിക്കാം? എന്തിനു വേണ്ടിയിട്ട്? ടീച്ചിങ് ആൻഡ് അസസ്മെന്റ്. ടീച്ചിങ് ഓൺലി, അസസ്മെന്റ് ഓൺലി അങ്ങനെയല്ല. ടീച്ചിങ്ങിനും അസസ്മെന്റിനും ഉപയോഗിക്കാം. ഞാൻ ക്ലാസ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ടീച്ചിങ്ങിന് ഉപയോഗിക്കാം, അസസ്മെന്റിന് ഉപയോഗിക്കാം. കുട്ടി ഏതുവരെ എത്തി എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇസഡ് വീഡിയോ ഉപയോഗിക്കാം അല്ലേ. എന്താണ് ആ ഒരു ഏരിയ, കുട്ടി ലാക്ക് ചെയ്യുന്ന ഏരിയ. അപ്പോൾ ആ ഏരിയ നമ്മൾ സ്കഫോൾഡിങ്ങിൽ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എന്തായി? ടീച്ചിങ്ങിന് വേണ്ടി നമുക്ക് ആ ഒരു സംഗതി ഉപയോഗിക്കാം അല്ലേ. ഓക്കെ അല്ലേ. അപ്പോൾ എ ആണ് ഉത്തരം. ഇനി നോക്കാം. എ ടീച്ചർ ഗീവ്സ് എ ഹാഫ് ഡൺ എക്സാമ്പിൾ ടു എ ചൈൽഡ് വൈൽ ടീച്ചിങ് എ പെർട്ടിക്കുലർ കോൺസെപ്റ്റ്. According to Lev Vygotsky, which of the following strategies is the teacher using? നോക്കാം. ടീച്ചർ എന്ത് ചെയ്യുന്നു? ഒരു പകുതി ചെയ്ത പ്രോബ്ലം ഒരു കുട്ടിക്ക് കൊടുക്കുന്നു, ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവിടെ എന്താണ്? ഒബ്സർവേഷണൽ ലേണിംഗ് ആണോ, സ്കഫോൾഡിംഗ് ആണോ, കോൺഫ്ലിക്ട് ടീച്ചിങ് ആണോ, കണ്ടീഷനിങ് ആണോ? എന്താ മക്കളെ? സ്കഫോൾഡിംഗ് ആണല്ലേ. സ്കഫോൾഡിംഗ് ആണ്. കാരണം എന്താ? ഒരു പകുതി ചെയ്ത ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്, ബാക്കി നീ ചെയ്തോ അല്ലേ. യെസ്, അപ്പോൾ സ്കഫോൾഡിംഗ് ആണ്. അപ്പോൾ അടുത്ത് നോക്കാം. ഡ്യൂറിങ് എ ടാസ്ക് സൈന ഈസ് ടാക്കിംഗ് ടു ഹെർസെൽഫ് അബൌട്ട് ways she can proceed to a task.
അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ കുട്ടി പറയണം എനിക്ക് ഇങ്ങനെ പോയാൽ ഇങ്ങനെ ഇരിക്കൂലേ, അങ്ങനെ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്യാം, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എൻ്റെ ഭാര്യ എപ്പോഴും പറയുന്ന കാര്യമായിട്ട്, ഇതുപോലെ ഇന്ന് രാവിലെ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും, അതുപോലെ ഇന്ന കാര്യം ഇത്ര സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഇത് പിന്നെ പഠിക്കാം, ഇത് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ ടോപ്പിക്ക് തരും, അങ്ങനെ തീരുമാനം എടുത്ത് ടോപ്പിക്ക് തീർത്തു. നിങ്ങൾ അങ്ങനെ ടോപ്പിക്ക് തീർത്തിട്ടുണ്ട്. അങ്ങനെ തീരുമാനം എടുക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ അത് നടപ്പിലൂടെ ആക്കണം കേട്ടോ. നോക്കാം, സെൽഫ് റെഗുലേഷൻ, ഈഗോ സെൻട്രിസം, കോഗ്നിറ്റീവ് ഇമ്മച്യൂരിറ്റി, സൈക്കോളജിക്കൽ ഡിസോർഡർ. എന്താണ് സംഭവം? സെൽഫ് റെഗുലേഷൻ ആണ്. എന്താണ് സെൽഫ് റെഗുലേഷൻ? സെൽഫ് ടോക്കിങ്ങിലൂടെ എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ കുട്ടിക്ക്? എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? അതായത് ഈ ഇത്തരത്തിലുള്ള പ്രൈവറ്റ് സ്പീച്ചിലൂടെ സെൽഫ് റെഗുലേഷൻ ആ കുട്ടി ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, അത് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. സെൽഫ് റെഗുലേഷൻ ആണതല്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. The nature of relationship between development and learning is viewed by Lev Vygotsky as having which of the following characteristics? എന്താണ് ക്വസ്റ്റ്യൻ? ഒന്നുകൂടെ വായിക്കണം. The nature of relationship between development and learning. വിഗോസ്കിയുടെ തിയറി പ്രകാരം ഡെവലപ്മെന്റ് ആൻഡ് ലേണിംഗ് തമ്മിലുള്ള ബന്ധം എന്താണ് ചോദിച്ചിരിക്കുന്നത്? നോക്കാം. ഇറ്റ് ഈസ് ലീനിയർ ഇൻ നേച്ചർ. രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്നതാണെന്ന് പറയുന്നു. ഡെവലപ്മെന്റ് ലേണിംഗ് ഒരുപോലെ പോകുന്നു പറയുന്നു. ദ റിലേഷൻഷിപ്പ് ഈസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നതാണെന്ന് പറയുന്നു. ലേണിംഗ് ഓഫൺ പ്രീസീഡ്സ് ഡെവലപ്മെന്റ്. ഇതാണ് ഉത്തരം അല്ലേ? ഡെവലപ്മെന്റ് ഓഫൺ പ്രീസീഡ്സ് ലേണിംഗ് അല്ല, ലേണിംഗിന് ശേഷമാണ് ഡെവലപ്മെന്റ് വരുന്നത് അല്ലേ? ലേണിംഗിന് ശേഷമാണ് ഡെവലപ്മെന്റ് വരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്. അപ്പോൾ ആദ്യം അവന് പഠനം ഉണ്ടാകുന്നു, അതിനോടൊപ്പം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ സി ആണ് ഉത്തരം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, വളരെ ശ്രദ്ധിച്ചു വായിക്കണം. അക്കോർഡിംഗ് ടു വിഗോസ്കി, എ റേഞ്ച് ഓഫ് ടാസ്ക് ടു ഡിഫിക്കൽട്ട് ഫോർ ദി ചൈൽഡ്. കുട്ടിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ടു ഡു ഇറ്റ് അലോൺ. എന്തിന് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ബട്ട് പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അഡൽട്സ് ആൻഡ് അല്ലെങ്കിൽ മോർ സ്കിൽഡ് പിയേഴ്സ്. മറ്റുള്ള ഒരാളുടെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ? അതിനൊന്ന് വിളിക്കുക സ്കാഫോൾഡിംഗ് ആണോ? സ്കാഫോൾഡിംഗ് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ചെയ്യുന്ന ഹെൽപ്പിനെയാണ് നമ്മൾ സ്കാഫോൾഡിംഗ് എന്ന് പറയാം അല്ലേ? ആ ഒരു ഏരിയ നമ്മൾ വിളിക്കുന്നത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ZPD എന്നാണ് വിളിക്കുക അല്ലേ? രണ്ടും കൂടെ തിരിഞ്ഞു പോയത്, കൺസെപ്റ്റ് രണ്ടും കൂടെ തിരിഞ്ഞു പോകരുത് കേട്ടോ. നോക്കാം. അതുപോലെ ലെവ് വിഗോസ്കിസ് തിയറി മെയിൻലി ഫോക്കസസ് ഓൺ എക്സ്പ്ലെയിനിങ് എന്താ ദ ഇമ്പാക്ട് ഓഫ് ഹെറിഡിറ്റി എന്നല്ല, റോൾ ഓഫ് കൾച്ചറൽ ടൂൾസ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണല്ലേ? എന്താണ് റോൾ ഓഫ് കൾച്ചറൽ ടൂൾസ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലേ? വിഗോസ്കി ഫോക്കസസ് ഓൺ ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ്? ലാംഗ്വേജ്, വിസ്ഡം, എൻവയോൺമെന്റ് അല്ല, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് നോളജ്. യെസ്, എന്താണ്? ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് നോളജ്. അതിലാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. ലാംഗ്വേജ്, സ്കീമാസ് ആൻഡ് നോളജ് ഒന്നുമല്ല അല്ലേ? ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് നോളജ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഫോക്കസ്. അടുത്ത് നോക്കാം. എ ടീച്ചർ ഫെസിലിറ്റേറ്റ്സ് ദ സ്റ്റുഡൻസ് in the teaching learning process through peer interaction and scaffolding. This teaching learning process based on ആരുടെ അല്ലേ? യെസ്, വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ലെവ് വിഗോസ്കിസ് സോഷ്യോ കൾച്ചറൽ തിയറി പ്രകാരമാണ് ഈ ടീച്ചർ ഇത്തരത്തിൽ ടീച്ച് ചെയ്യുന്നത് അല്ലേ? പിയർ ഇന്ററാക്ഷൻ ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ? സി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കാം. ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വാസ് ഗിവൺ ബൈ ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, വിഗോസ്കി ആണ് അല്ലേ? അപ്പോൾ നോക്കാം, സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, അക്കോർഡിംഗ് ടു വിഗോസ്കി ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് കൊളാബറേഷൻ. വിഗോസ്കി പറഞ്ഞിരിക്കുന്നു അല്ലെ? വിഗോസ്കിയുടെ അഭിപ്രായ പ്രകാരം ലേണിംഗ് ഏത് വഴി? സോഷ്യൽ ഇന്ററാക്ഷനും കൊളാബറേഷനും വഴിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം വിഗോസ്കി പറയുന്നു. ഒന്നാമത്തെ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന നോക്കാം. അക്കോർഡിംഗ് ടു വിഗോസ്കി, സ്കാഫോൾഡിംഗ് ഇൻവോൾവ്സ് പ്രൊവൈഡിംഗ് ദ സ്റ്റുഡന്റ് വിത്ത് ഓൾ ഓഫ് ദ ആൻസേഴ്സ് ആൻഡ് സൊല്യൂഷൻസ് ടു ദ പ്രോബ്ലം. കുട്ടിക്ക് എല്ലാ സൊല്യൂഷനും ആൻസറും കൊടുക്കുന്നതാണോ സ്കാഫോൾഡിംഗ്? അല്ല, അത് അവനെ സംബന്ധിച്ച് സ്പൂൺ ഫീഡിങ് അല്ല സ്കാഫോൾഡിംഗ് എന്ന് മനസ്സിലാക്കുക. ഇതെന്താണ്? സ്പൂൺ ഫീഡിംഗ് ആണ്. ഇതാണ് ഇതിന്റെ ചോദ്യം, ഇതാണ് ഇതിന്റെ ഉത്തരം. നീ പഠിച്ച് അങ്ങോട്ട് പരീക്ഷയ്ക്ക് എഴുതി വെയ്. ഇതാണ് നമ്മളൊക്കെ പണ്ട് പഠിപ്പിച്ച പരിപാടി അല്ലേ? ഇത് ആദ്യം സാർ പഠിപ്പിക്കുന്നു, രണ്ടാമത് നോട്ട് എഴുതുന്നു, നോട്ട് എഴുതുമ്പോൾ ചോദ്യം മാത്രമാണോ എഴുതുന്നത്? അല്ല, നമ്മളെ കൊണ്ട് ഉത്തരം എഴുതാൻ പണ്ട് ആരും പഠിപ്പിച്ചിട്ടില്ല. ഉത്തരം പഠിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ അല്ലേ? അല്ലേടേ? ആണ് കേട്ടാ. പക്ഷെ അതല്ല നമ്മളെ മക്കളെ ഇനി പഠിപ്പിക്കണം. ഉത്തരം എഴുതാൻ അവനെ കൊണ്ട് എഴുതിക്കണം. ഉത്തരം ഏതാണ് ഉത്തരം? അവൻ എഴുതുന്ന ഉത്തരം മതിയെന്നേ. അവൻ എഴുതി തെളിയട്ടെന്നേ അല്ലേ? അവൻ എഴുതി തെളിയട്ടെ. നോക്കാം. അപ്പൊ എന്ത്? സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ് കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു വിഗോസ്കി പ്രകാരം അല്ലെ, സ്കാഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതല്ല സ്കാഫോൾഡിംഗ്. നോക്കാം. ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബോ സ്റ്റേറ്റ്മെന്റ്സ് ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ. നോക്കാം. ബോത്ത് സ്റ്റേറ്റ്മെന്റ് അല്ല, തെറ്റാണ്. അല്ലാതെ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഇൻകറക്റ്റ് അല്ല. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ്. സി ആണ് എന്റെ ഉത്തരം. നോക്കാം, സി തന്നെയാണ് ഉത്തരം അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ ആണ്. ഇനി നമുക്ക് നോക്കാം. ഹൂസ് തിയറി റിവോൾവ്സ് അറൌണ്ട് ദ ഐഡിയ ദാറ്റ് സോഷ്യൽ ഇന്ററാക്ഷൻ ഈസ് സെൻട്രൽ ടു ലേണിംഗ്.
സോഷ്യൽ ഇന്ററാക്ഷൻ ആണ് അതിന്റെ ലേണിംഗിന്റെ കേന്ദ്രം എന്ന് പറഞ്ഞ ആരാണ്? വിഗോസ്കിയാണ് അല്ലേ? വിഗോസ്കിയാണ്. അതുപോലെ ദ ടേം ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ കൺസ്ട്രക്റ്റിവിസം വാസ് ഒറിജിനേറ്റഡ് ബൈ എവിടെ നിന്നല്ലേ? വിഗോസ്കി നിന്നാണ് അത് വന്നിട്ടുള്ളത് അല്ലേ? അടുത്ത് നോക്കാം. കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പോസ്റ്റുലേറ്റഡ് ബൈ വിഗോസ്കി സ്റ്റേറ്റ്സ് ദാറ്റ് ലേണിംഗ് ഒക്കേഴ്സ്. ലേണിംഗ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത്? നോക്കാം. ആസ് എ സീക്വൻസ് ഓഫ് ലേണിംഗ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ അല്ല. എന്താണ്? ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓഫ് ചിൽഡ്രൻ ഇൻ ടേംസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോൺടാക്ട്സ് അല്ലെ? സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോൺടാക്ട്സിലുള്ള കുട്ടികളുടെ എക്സ്പീരിയൻസ് ആണ് ലേണിംഗിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ? അപ്പോൾ അതാണ്. നോക്കാം. ജനറ്റിക്കലി പ്രിഡോമിനന്റ് ഒന്നും അല്ല അല്ലേ? അവർ ബയോളജിക്കൽ മെച്ചുറേഷനും അല്ല. ബി ആണ് അതിന്റെ ഉത്തരമായിട്ട് വിഗോസ്കിയുടെ തിയറി പറയുന്നത്. ഇനി നോക്കാം. ഗിവിംഗ് ഹിൻസ് ടു യങ്ങർ ചിൽഡ്രൻ ബൈ മോർ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ആൻഡ് പ്രൊവൈഡിംഗ് ടെമ്പററി ഹെൽപ്പ് വെൻ നീഡഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ത്? സ്കാഫോൾഡിങ്ങിന്റെ ഉദാഹരണമാണല്ലേ? ഓക്കെ അല്ലേ? അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ത്രൂ എ പ്രോസസ് നോൺ ആസ് എന്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വഴിയാണ് എന്തുണ്ടാവുക? ഈ പറഞ്ഞ കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായി വരിക അല്ലേ? ഓക്കെ അല്ലേടാ? അതുപോലെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദ റേഞ്ച് ഓഫ് ടാസ്ക് എ ചൈൽഡ് ക്യാൻ പെർഫോം ഇൻഡിപെൻഡന്റ്ലി അല്ല. റേഞ്ച് ഓഫ് ടാസ്ക് എ ചൈൽഡ് ക്യാൻ പെർഫോം വിത്ത് അസിസ്റ്റൻസ് ആണ് എന്ത്? ZPD അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയാം. അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കി ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം മോർ സ്കിൽഡ് ഇൻഡിവിജ്വൽസ് ഈസ് കാൾഡ് എന്താണ്? സ്കഫോൾഡിംഗ് ആണ് അല്ലേ? സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ. അടുത്ത് നോക്കാം. വിഗോസ്കി എംഫസൈസ്ഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണോ? ലോജിക്കൽ റീസണിംഗ് ആൻഡ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആണോ? അല്ല. സെൻസറി മോട്ടർ അല്ല. ഈഗോ സെൻട്രൽസ് അല്ല. ആണ് ഉത്തരം. ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേടാ? അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കി ഡാഷ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആസ് ഇറ്റ് അലോസ് ചിൽഡ്രൻ ടു ഇന്റേണലൈസ് നോളജ് ഫ്രം ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻസ്. എന്താണ് നമുക്ക് ഒന്നുകൂടെ വായിക്കാം. അക്കോർഡിംഗ് ടു വിഗോസ്കിയുടെ അഭിപ്രായ പ്രകാരം ഡാഷ് പ്ലേസ് ക്രൂഷ്യൽ റോൾ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ബൗദ്ധിക വികാസത്തിൽ ഈ പറഞ്ഞ സാധനം ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. എങ്ങനെ? ആസ് ഇറ്റ് അലോസ് ചിൽഡ്രൻ ടു ഇന്റേണലൈസ് നോളജ് ഫ്രം ദെയർ സോഷ്യൽ ഇന്ററാക്ഷൻസ്. എന്താണ്? പ്രൈവറ്റ് സ്പീച്ച് ആണ് കേട്ടോ. പ്രൈവറ്റ് സ്പീച്ച് ആണ്. പ്രിറ്റൻഡ് പ്ലേ അല്ല, ഒബ്ജക്റ്റ് ഓർമെന്റ്സ് അല്ല, കൺസർവേഷൻ അല്ല. പ്രൈവറ്റ് സ്പീച്ച് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ സാധനം, അതായത് നോളജ് ഇന്റർണലൈസ് ചെയ്ത് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് അടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇതാണ്. ഓക്കെ. അപ്പൊ എന്താണ്? പ്രൈവറ്റ് സ്പീച്ചാ. വിഗോസ്കി ബിലീവ്ഡ് ദാറ്റ് ലേണിംഗ് ഷുഡ് ബി ടീച്ചർ ഡയറക്റ്റഡ് ആൻഡ് ഫോക്കസ് ഓൺ അക്കാഡമിക് സബ്ജക്ട്, ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് ഇൻഡിപെൻഡന്റ്, ചൈൽഡ് സെന്റേഡ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ മീനിങ് ടാസ്ക്. അതുപോലെ അസസ്മെന്റ് ഡ്രിവൺ ആൻഡ് ഫോക്കസ്ഡ് ഓൺ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ്. വിഗോസ്കി ലേണിംഗ് എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞു? ശ്രദ്ധിക്കൂ. ടീച്ചർ ഡയറക്റ്റഡ് ആയിരിക്കണോ? അല്ല. ടീച്ചർ വന്നു പറയണം എന്നെ പറ്റിയിട്ടാ, അതല്ല. ഇൻഡിവിജ്വലിസ്റ്റിക് ആൻഡ് ഇൻഡിപെൻഡന്റ്, സ്വന്തമായിട്ട് അവന് തോന്നുന്നു പഠിക്കുന്നതല്ല. ചൈൽഡ് സെന്റേർഡ് ആയിരിക്കണം ടീച്ചിങ് അല്ലേ? ചൈൽഡ് സെന്റേർഡ്. അതുപോലെ മീനിങ് ഫുൾ ആയിട്ടുള്ള ടാസ്കുകൾ കൊടുത്ത് അവന്റെ ഇന്ററാക്ഷൻസ് വഴി, സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷൻസ് വഴി അവനെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് വിഗോസ്കിയുടെ തിയറി മുന്നോട്ട് വെച്ച ആശയം. സി ആണ് ഉത്തരം അല്ലേ? ഇനി നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് ദ മോർ നോളജബിൾ അതർ ഇൻ വിഗോസ്കീസ് തിയറി റെഫേഴ്സ് ടു. എന്താണ് ഉദ്ദേശിക്കുന്നത്? എ ടീച്ചർ ഓർ അഡൾട്ട് ഹു ഗൈഡ്സ് ആൻഡ് സപ്പോർട്ട്സ് ചൈൽഡ് ലേണിംഗ് അല്ലെ? ചൈൽഡിന്റെ ലേണിംഗ് ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഇൻക്ലൂഡിങ് പിയേഴ്സ് അല്ലെ? കുട്ടികൾ കൂടെ ഉള്ളവർ വരെ ആകാം. അതുപോലെ അക്കോർഡിംഗ് ടു വിഗോസ്കി ലേണിംഗ് ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ഇറ്റ് ഒക്കേഴ്സ് വിത്തിൻ ദ ചൈൽഡ്സ്. നോക്കാം. എന്താണ്? ചൈൽഡിന്റെ കംഫർട്ട് സോണിലാണോ? അല്ല. പ്രോക്സിമൽ സോൺ ഓഫ് ഡെവലപ്മെന്റ് അല്ലേ? എന്താണ് പ്രോക്സിമൽ സോൺ ഓഫ് ഡെവലപ്മെന്റിൽ സംഭവിക്കുമ്പോഴത്തേക്കാണ് എന്ത് സംഭവിക്കുന്നത്? മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാറുന്നത് അല്ലേ? അവിടെയാണ് നമ്മൾ ഇടപെടേണ്ടതും. അതായത് കുട്ടി ഏതുവരെ എത്തി നിൽക്കുന്നത് മനസ്സിലാക്കുക, കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് അവൻ ഏതുവരെ എത്തുന്നു മനസ്സിലാക്കുക. ഇതാണ് പ്രോക്സിമൽ സോൺ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ആയി വന്നു കേട്ടോ, അത് കളയണം. ഓക്കെ. അതുപോലെ നോക്കാം. വാട്ട് എ ചൈൽഡ് ക്യാൻ ഡു ഇൻ കോപ്പറേഷൻ ടുഡേ ഓർ ടുമാറോ അല്ലേ? ഇനി നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണല്ലേ? എന്താണ്? അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കോട്ടാണ്. ഇത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചിരിക്കുന്നു. ആരാണ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ? ആരാണ്? നമ്മുടെ വിഗോസ്കിയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിൽഡ്രൻ സ്പീക്കിംഗ് ടു ദംസെൽസ് ആസ് എ വേ ഓഫ് ഗൈഡിങ് ദംസെൽസ് ത്രൂ ആക്ഷൻ ഈസ് ടേംഡ് ആസ്. എന്താണ്? പ്രൈവറ്റ് സ്പീച്ച് അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഒരു എന്താ പറയാ, നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ കൂടി നമ്മൾ എപ്പോഴും ഒരു ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചാൽ മതി. കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാൽ എഴുതാൻ പറ്റും. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇത്രയൊന്നും പഠിക്കാനില്ല. ഈ ടേംസ് ഒന്നും നമുക്ക് നമ്മുടെ ഡിഗ്രിയുടെ ടെക്സ്റ്റിലില്ല.
നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഈ തിയറി നമുക്ക് അത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് തിയറീസിൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം, ആ തിയറീസിലെ വേഗം പഠിച്ചുകൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ തിയറീസ് വേഗം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, പരീക്ഷ കൃത്യമായിട്ട് എഴുതുക കേട്ടോ. അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവർക്കും വിജയാശംസ നേരുകയാണ്. താങ്ക് യു.